ഓം ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസീ പിപൃതം സത്യവാചം. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്യാമാനന്ദപഥത്തിലൂടെ അകലത്തെങ്ങോ ജ്വലത്പ്രാഭവം ശ്രീയാർന്നങ്ങനെ മീവിടുന്ന നഗരം തേടിപ്പുറപ്പെട്ടുപോൽ ഛായാകൃഷ്ണൻ അവനു പാദ തെളിയാൻ പ്രാർത്ഥിച്ചു നിന്നു. സദാ ശ്രീമത് സന്ധ്യകൾ ഏതുരാവ് പുലരുമ്പോഴും മയങ്ങുമ്പോഴും എന്നും തേടിക്കിനാവിൽ അന്നവളിളം പീലിത്തിളക്കം കണ്ണാവൾക്കെന്തേ നൽകി സുവർണ ശോഭ വഴിയും ശ്രീവത്സ സംസ്പർശമോ എന്നും തേടി മനസ്സുകൊണ്ടവളിളം പാട്ടിൻ്റെ ഓടക്കുഴൽ എന്തേ നൽകി ഗഭീര സാന്ദ്രനിനദത്തിൻ പാഞ്ചജന്യത്തെയോ. എന്നും രാവു വെളുക്കുവോളം ഉരുകിക്കത്തിജ്വലിക്കുന്ന ചെമ്പൊന്നിന്നാളമൊടുത്തു തന്നെ ഇമപ്പുട്ടാതങ്ങിരുന്നോളെ അന്നെങ്ങാനും ഓർക്കുവതിന് ഒരൽപ്പസമയം കണ്ടെത്തിയോ. കൃഷ്ണ കാത്തു കാത്തെന്നോ വാടി അടർന്നു വീണു പലനാൾ ചൽകെ പനീർപ്പൂവുകൾ. നെടുനാൾ കുണ്ടിനത്തിനു പ്രിയയായി കഴിഞ്ഞവൾ ആ രുക്മിണി ദ്വാരകാരാജ്ഞിയായി അർത്ഥാംഗിനിയായി പിന്നെ വന്നവൾ. അവളെ കാണുവാൻ കണ്ടുവിട വാങ്ങി മടങ്ങുവാൻ മാത്രമോ ഈ യാത്ര, ഇപ്പോഴീ യാത്ര ഓർമ്മയിലൂടെയും. ധന്യ സദ്ഗുരുനാഥാശരണം. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഈയുള്ളവൻ്റെ എളിയ പ്രണാമം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൻ്റെ ഉത്തരാർദ്ധ കഥാഗൗളങ്ങളിൽ ഏറ്റവും പ്രൗഢമായിട്ടുള്ള അതിൻ്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയാൻ സാധിക്കുന്ന പ്രൗഢമായ കഥാഗോളമാണ് രുക്മിണീ സ്വയംവരം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സിദ്ധാന്തം കൈവല്യമാണ്. കൈവല്യ നവനീതം എന്ന് ഭാഗവതത്തെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഈ കൈവല്യ നവനീതമായ ഭാഗവതം ശ്രവിക്കുന്ന വേളയിൽ നമ്മൾ ആദ്യം ഉറപ്പിക്കേണ്ടതായിരിക്കുന്നൊരു തത്വദീക്ഷ, ഇതിൻ്റെ ശ്രവണം എത്രത്തോളം നമ്മളെ വേണ്ടതുപോലെ ആശയങ്ങളിൽ നിന്ന് സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ധൈര്യം പകരുന്നുണ്ട് എന്നുള്ളതാണ്. നന്നായി ചിന്തിക്കുന്നവർക്ക് ഒരു കാര്യം വളരെ ഫ്രാങ്കായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ആധ്യാത്മിക സദസ്സുകൾക്കൊന്നും
കേരളത്തിൽ കുറവില്ല. പക്ഷെ ഈ സദസ്സുകളിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന മൂല്യബോധാധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുന്നുണ്ടോ? മഹാത്മാക്കൾ പറയുന്ന സന്ദേശങ്ങളും അവരുടെ ആശയങ്ങളും സർവോപരി വേദതത്വദീക്ഷയും വേദസ്വരൂപ അന്തർഗതമായിട്ടുള്ള ചിന്താധാരകളുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതുപോലെ ലീനമാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? അന്വേഷിക്കേണ്ടതാണ്. അപ്പം ആദ്യം രുക്മിണീ സ്വയംവരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്ന സ്പിരിച്വൽ കൾച്ചർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നമ്മൾ അർഹരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നത് ഭഗവത്ഗീതയുടെ രംഗപ്രവേശമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അഭിനവഗുപ്ത പാദാചാര്യരുടെ കാശ്മീരി ശൈവ സമ്പ്രദായത്തിലെ ഒരു ഗീതാവ്യാഖ്യാനത്തിൽ ഒരു പാഠഭേദം കാണുന്നുണ്ട്. സർവക്ഷത്ര സമാഗമേ, സർവക്ഷത്രിയന്മാരും സമാഗമം ചെയ്തിരിക്കുന്ന ആ വേളയിൽ ആ യുദ്ധഭൂമിയിൽ യുദ്ധം അനിവാര്യമാണോ എന്ന് ചിന്തിച്ചവരുടെ കൂട്ടത്തിൽ അർജുനൻ മാത്രമല്ല ഉണ്ടായിരുന്നത്. അർജുനനെ പോലെ തന്നെ ഒരുപാട് പേര് ആ യുദ്ധക്കളത്തിൽ ഈ യുദ്ധം അനിവാര്യമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവണം. പക്ഷേ എന്തുകൊണ്ടാണ് അർജുനൻ മാത്രം ഗീതയ്ക്ക് അധികാരിയായിട്ട് തീർന്നത്? ഭാരത സംസ്കാരം എടുത്തു നോക്കിയാൽ ഭാഗവതം ഉൾപ്പെടെയുള്ള പാരമഹംസ്യ സംഹിതകളിൽ അതിലെ ഉപദേശങ്ങളെല്ലാം കളക്റ്റീവ് അല്ല, അതിലെ ഉപദേശങ്ങളെല്ലാം 1 to 1 ആയിട്ടാണ് പോയത്. ഒരാള് വേറൊരാളോട് പറയണം. മനസ്സിലാവണുണ്ടോ പറയണത്? ചിലരൊക്കെ എന്നെ നോക്കി പേടിപ്പിക്കുകയാണ്. അത് നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്. ആദ്യം നമ്മൾ കുറേ നേരം ബലം പിടിച്ചിരിക്കും, പിന്നെ ചുറ്റും നോക്കുമ്പോഴാണ് ആരും അങ്ങനെ ഇല്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ റിലാക്സ്ഡ് ആവുക. അപ്പോൾ കൃഷ്ണകഥ കേൾക്കാനായിട്ടും പറയാനായിട്ടും വരുമ്പോൾ ഒരു സന്തോഷം ഹൃദയത്തിൽ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പം ഏതായാലും നമുക്ക് തിരിച്ചു പോകാം. നന്നായിട്ട് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ധാരണ ഉണ്ടാവും. കാരണം അർജുനന് മാത്രം ഗീത പറഞ്ഞു കൊടുത്തതുപോലെ ഭാഗവതം ശ്രീശുക മഹർഷി പരീക്ഷത്തിനോട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ പുരാണ ഇതിഹാസങ്ങളെ സംബന്ധിച്ചിടത്തോളം കളക്റ്റീവായിട്ടല്ലാതെ ഈ 1 to 1 സിദ്ധാന്തം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ആദ്യം ആലോചിക്കേണ്ടതാണത്. കാരണം ആ യുദ്ധകാലത്തിൽ കൃഷ്ണന് വേണമെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാമായിരുന്നു. ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുകയാണ്, വേണ്ടവർ വന്ന് കേട്ടോളൂ. പക്ഷെ പറഞ്ഞില്ല. അവിടെ അർജുനൻ അധികാരിയായി ഗീതയ്ക്ക്. എങ്ങനെയാ അധികാരം സിദ്ധിതമായത്? അതിന് കാരണമുണ്ട്. കാരണം അർജുനനെ നന്നായിട്ടൊന്ന് നിരീക്ഷിച്ച് നോക്കിക്കോളൂ. അർജുനൻ ദ്രോണസന്നിധിയിൽ എന്നാണോ അസ്ത്രശസ്ത്രങ്ങൾ അഭ്യസിക്കാനായിട്ട് വന്നത്, ആ നിമിഷം മുതൽ അലേർട്ടായിരുന്നു അദ്ദേഹം. ഒരു സെക്കൻഡ് പോലും അർജുനൻ പാഴാക്കി കളഞ്ഞിട്ടില്ല. സദാ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിരുന്ന ധനുർവേദ ശാസ്ത്ര പാരംഗതനായ അർജുനൻ ശക്തനായ യോദ്ധാവ് മാത്രമല്ല, അപകർഷതാബോധത്തിന്റെ നീറ്റുചൂളയിൽ പെട്ടുഴലേണ്ടിയിരുന്ന വനവാസ കാലഘട്ടത്തില് ശിവനോട് പോലും യുദ്ധം ചെയ്ത് പാശുപതാസ്ത്രം കരസ്ഥമാക്കിയ ആളാണ് അർജുനൻ. അജ്ഞാതവാസ കാലഘട്ടത്തില് ഗീതാകാരന്റെ മുൻപില്, കൃഷ്ണന്റെ മുൻപില് പ്രതിസന്ധിയോടുകൂടി നിന്നു എന്ന് പറയുന്ന അർജുനൻ കൗരവന്മാരെ മുഴുവനും മഹാഭാരതം വായിച്ചാൽ അറിയാം, ഗോഹരണ പർവ്വത്തില് അർജുനൻ തോൽപ്പിച്ചിട്ടുണ്ട്. ആ അർജുനനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഗീത അർജുനന് കൊടുത്തിരിക്കുന്ന 2 പദങ്ങളുണ്ട്. ഒന്ന് സവ്യസാചി, 2 പരം തപ. സവ്യസാചി എന്ന് പറഞ്ഞാൽ ഒരേപോലെ 2 കൈകൊണ്ടും അസ്ത്രം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ്. പരമമായ തപസ്സുള്ളത് കൊണ്ട് പരം തപ. അപ്പൊ എന്താ ഓർപ്പിക്കേണ്ടത്? അർജുനൻ സ്വന്തം ജീവിതത്തിൽ വിജയിച്ച ആളാണ്. അഥവാ പ്രയത്നം കൊണ്ട് വേണ്ടതുപോലെ സ്വജീവിതത്തെ ഗംഭീരമാക്കിയ വ്യക്തിത്വമാണ് അർജുനനുള്ളത്. ആദ്യം നമ്മളെ താക്കീത് ചെയ്യാണ്. സ്വധർമ്മത്തിലൂടെ സ്വന്തം ജീവിതത്തിൽ അവനവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോഴാണ് സ്വന്തം ജീവിതം സ്പിരിച്വൽ ആവുന്നത്. അല്ലാതെ അവനവനിൽ നിക്ഷിപ്തമായ ധർമ്മങ്ങൾ ചെയ്യപ്പെടാത്തിടത്തോളം കാലം
നമ്മൾ സ്പിരിച്വൽ ആകും എന്ന് പറയാൻ വയ്യ. അപ്പോൾ ഏൽപ്പിക്കുന്ന പണി ഒരു കൈ കൊണ്ട് പോലും മര്യാദയ്ക്ക് ചെയ്യാത്ത നമ്മളാണ് രണ്ട് കൈ കൊണ്ടും ഒരേ സമയത്ത് കാര്യങ്ങൾ ചെയ്ത് അർജുനൻ പഠിച്ച ഗീതാശാസ്ത്രം കേൾക്കാൻ പോണത്. വൈരുദ്ധ്യം നോക്കണം. അവിടെയാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മിക സ്രോതസ് കിടക്കുന്നത്. ഇവിടെയും കൃഷ്ണന്റെ ജീവിതം മുഴുവനും മനോഹരമായൊരു ഗാഥയാണ്, കൃഷ്ണഗാഥയാണ്. ഭാഗവതത്തിന്റെ ആദ്യം തൊട്ട് നമുക്ക് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജന്മാദ്യസ്യ യഥ എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗവതത്തില് അതിന്റെ ലക്ഷ്യം ആദ്യം പറഞ്ഞു വെച്ചു. പാലക്കാട് അടുത്തിവിടെ പത്തിരിപ്പാലയിൽ ഒരു രാമാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. അന്ധനായിരുന്നു. കൈവല്യ നവനീതം പ്രാക്ടീസ് ചെയ്തിരുന്ന സ്വാമിജി. ആ സ്വാമിജി ഗംഭീരമായിട്ടത് പ്രാക്ടീസ്ഡ് ആയിരുന്നു. 8 കൊല്ലമാണ് ഒരു ഗ്രന്ഥം അവര് ആ സമ്പ്രദായത്തിലുള്ള അവര് പാരായണം ചെയ്ത് ശീലിച്ചിരുന്നത്. ഭാഗവതം എത്ര കാലം പാനം ചെയ്താലാണ് നമുക്ക് മതിയാവുക? കാരണം ആദ്യത്തെ ശ്ലോകം തന്നെ സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യത്തെ എന്ന അവസാനത്തെ ശ്ലോകത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ശ്ലോകം ധീമഹി എന്നുള്ള പ്രയോഗം, സത്യം പരം ധീമഹി, ആ ധീമഹി എന്നുള്ള പ്രയോഗം ചോദ്യം ചെയ്യാവുന്നതാണ്. വ്യാകരണ സിദ്ധാന്ത പ്രകാരം ധീമഹി എന്നുള്ള ശബ്ദം യഥാർത്ഥത്തിൽ അവിടെ പ്രയോഗിക്കാൻ പാടില്ല. ആത്മനേപതി പരസ്മൈപതി നിയമപ്രകാരം അവിടെ പ്രയോഗിക്കാൻ പാടില്ല. ശ്രീധരീയത്തില് ഭാഗവതത്തിന് അടിസ്ഥാനപരമായിട്ട് സാധാരണ സമ്പ്രദായ ക്രമത്തിൽ 3 വ്യാഖ്യാനങ്ങളാണ് പറയുക. ഒന്ന് ശ്രീധരാചാര്യ സ്വാമിയുടെ ശ്രീധരീയം, രണ്ടാമത്തത് സുബോധിനി എന്നു പേരായിട്ടുള്ള വ്യാഖ്യാനം. വല്ലഭ സമ്പ്രദായത്തില് ഹിമാലയ പ്രാന്തത്തിലെ രുദ്രപ്രയാഗയിൽ ജീവിച്ചിരുന്ന മഹാതപസ്വിയായിരുന്ന വല്ലഭാചാര്യ സ്വാമിയുടെ സുബോധിനി. മൂന്നാമത്തെ ഗ്രന്ഥം മലയാള പാഠമാണ്. ചെറുമുക്ക് അത്യാശ്രമി എന്നറിയപ്പെട്ടിരുന്ന രാഘവാനന്ദ മുനിയുടെ കൃഷ്ണപതി എന്ന വ്യാഖ്യാനം. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശ്രീധരീയത്തിൽ ശ്രീധരസ്വാമി പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അവിടെ ധീമഹി എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു വെച്ചത്. ധീമഹി എന്ന ശബ്ദം അവിടെ പ്രയോഗിച്ചത് ഗായത്രിയുടെ സ്രോതസ്സിനെ കാണിക്കാനാണ്. കാരണം ഗായത്രിയിൽ ഉള്ളൊരു പദമാണ് ഇത് ധീമഹി എന്ന ശബ്ദം. അപ്പൊ അവിടെ എന്തിനാ പ്രയോഗിച്ചത്? അവിടെ ആദ്യത്തെ 4 സ്കന്ധങ്ങൾ നമ്മൾ ഭാഗവതത്തെ നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഋഗ്വേദ തത്വങ്ങളാണ് ആദ്യത്തെ 4 സ്കന്ധങ്ങളിൽ പറയുക. കാരണം പിന്നീട് തുടർന്ന് നമ്മൾ മുന്നോട്ട് പോണ സമയത്ത് കാണാൻ സാധിക്കും വിരാട് പ്രണവോപാസന, പുരുഷ സൂക്തത്തിന്റെ ഗാംഭീര്യമായിരിക്കുന്ന റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ വിരാട് പുരുഷോപാസനയിൽ നമ്മൾ കാണുക. നാസദീയ സൂക്തം എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന സൂക്തത്തിന്റെ മറ്റൊരു എക്സ്പാൻഡഡ് ഫോമാണ് ചതുശ്ലോകി ഭാഗവതം. അഹമേവാസമേവാഗ്രേ എന്ന് തുടങ്ങുന്ന ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് നാസദാസി നോസദാസി തദാനിം നാസിദ്രജോനോ വ്യോമാപരോയത് കിമാവരീഹ കുഹഹസ്യ ശർമ്മൻ അംഭക്കിമാസീത് ഗഹനം ഗഭീരം എന്ന് തുടങ്ങുന്ന നാസൽ സൂക്തത്തിന്റെ ക്രക്സ് ആണ്. ഇനി 4 സ്കന്ധങ്ങളിൽ ഉടനീളം നമുക്ക് കാണാം ഭാഗവതത്തിന്റെ ഋഗ്വേദ ഛായ. പഞ്ചമസ്കന്ധം വരുമ്പോഴേക്കും എന്താ സംഗതി? യജുർവേദത്തിന്റെ സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് ഗദ്യരൂപത്തിൽ ഭാഗവതം പോയത്. അപ്പൊ യജുസിന്റെ സമ്പ്രദായം ഗദ്യരൂപത്തിലാണ് യജുർവേദത്തിലെ തത്വങ്ങൾ. 5 മുതൽ 9 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യാജുഷ സമ്പ്രദായത്തിലാണ് പോവുക. അത് കഴിഞ്ഞിട്ടുള്ള സ്കന്ധങ്ങൾ 10ാമത്തെ സ്കന്ധം സാമവേദ സമ്പ്രദായം എന്ന് പറയും. കാരണം ഗീതികാ പ്രകരണങ്ങൾ, ഗോപികാഗീതം, യുഗളഗീതം, ഭ്രമരഗീതം, സാമം ഗീതാധിഷ്ഠിതമാണ്. 11ഉം 12ഉം സ്കന്ധങ്ങൾ നോക്കുമ്പോൾ അഥർവവേദം, അഥർവം എന്നുള്ള വാക്കിന് സംരക്ഷണം എന്ന് അവിടെ അർത്ഥം കാണാൻ സാധിക്കും. അപ്പോൾ ഭാഗവതത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് അഖിലധർമ്മ മൂലമായ വേദത്തിന്റെ വേണ്ടതുപോലെ കടഞ്ഞിട്ടുള്ള സ്വരൂപം തന്നെയാണ്. ഇതിലില്ലാത്ത ശാസ്ത്രങ്ങളൊന്നും തന്നെ ഉദയം ചെയ്യുന്നില്ല. അപ്പോൾ പറയുന്നയാള് സാക്ഷാൽ ശ്രീശുക മഹർഷിയാണ്, കേൾക്കുന്നയാള് പരീക്ഷിത്തുമാണ്. അപ്പൊ കേൾക്കുന്നയാളിൻ്റെയും പറയുന്നയാളിൻ്റെയും ധാരണകള്, ആ ധാരണകൾക്കനുസരിച്ചിട്ടാണ് ആശയങ്ങൾ ഉരുത്തിരിയുക. പറയുന്നയാള് പറയുന്ന കാര്യങ്ങളെ കേൾക്കാനുള്ള ധാരണ കേൾക്കുന്നയാൾക്ക് ഉണ്ടാകുമ്പോഴാണ് ശ്രവണമായിട്ട് മാറുക. നമുക്ക് പലപ്പോഴും അതാണ് സാധിക്കാതെ വരുന്നത്. കാരണം വാക്കുകൾ ഉണ്ടാകുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതിനുമൊക്കെ പലതരത്തിലുള്ള തലങ്ങളുണ്ട്. പരാ, മധ്യമ, പശ്യന്തി, വൈഖരി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ അതിൻ്റെ തലങ്ങളെ കുറിച്ച് പറയും. അതുപോലെ തന്നെ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ദേവി മഹാത്മ്യമൊക്കെ വായിക്കുമ്പോൾ ദേവിയോട് മഹിഷാസുരന്റെ ദൂതൻ വന്ന് പറയുന്ന കാര്യങ്ങൾ ദേവിയുടെ പാർഷദമാരായ സഖിമാര് കേൾക്കുന്നത് ഒരു തരത്തിലും
മഹിഷാസുരന്റെ ഭടന്മാര് കേൾക്കുന്നത് വേറൊരു തരത്തിലുമാണ്. ശ്രവണത്തിന്റെ നിലവാര ഛായയാണ് ആ കാണിക്കുക. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ ഭാഗവത കഥകളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ കഥകൾക്കുമുള്ള അനുഭൂതി, അത് ഒരു രസം. ഈ സത്രം കഴിയുന്ന സമയത്ത് എന്താ ഉണ്ടാവേണ്ടത്? ഇതൊക്കെ കഴിയുമ്പം ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിയുന്നൊരു രസം ഉണ്ടാവണം. ഏതുപോലെ ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. നല്ലോണം സാമ്പാർ ഉണ്ടായി സാമ്പാർ തിളയ്ക്കുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ളൊരു മണം വരികയാണ്. അപ്പൊ അന്വേഷിക്കുകയാണ് എവിടുന്ന ഈ സാമ്പാറിന്റെ മണം. അപ്പോ അന്വേഷിക്കുന്ന സമയത്ത് തക്കാളിയുടെ ആണോ? അല്ല. ഉരുളക്കിഴങ്ങിന്റെ ആണോ? അല്ല. വെള്ളത്തിന്റെ ആണോ? അല്ല. പരിപ്പിന്റെ ആണോ? അല്ല. ഭാഗവതം ഒരു സാമ്പാർ പോലെയാണ്. ഈ സത്രം കഴിയുമ്പം ഗജേന്ദ്രമോക്ഷത്തിന്റെയും രുക്മിണീ സ്വയംവരത്തിന്റെയും അതുപോലെ തന്നെ കൃഷ്ണാവതാരത്തിന്റെയും ഗോവിന്ദാഭിഷേകത്തിന്റെയും ഒക്കെ ചേരുവകളാൽ ഇളക്കപ്പെട്ട ഇതിൻ്റെ എല്ലാമായ ഇതിൻ്റെ ഒന്നുമല്ലാത്ത മറ്റൊരു സുഗന്ധം നിങ്ങളുടെ ഹൃദയത്തിൽ, നമ്മളുടെ ഹൃദയത്തിൽ പ്രസരിക്കുകയാണെങ്കിലാണ് ഇത് സാർത്ഥകമാകുന്നത്. അല്ലാച്ചാൽ ഇതുകൊണ്ട് പ്രയോജനം നാസ്തി എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെങ്കിലും ശക്തമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക. രുക്മിണി ദേവി ചെയ്തതുപോലെ ആ തീരുമാനം സുശക്തമായിട്ട് മാറേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് രുക്മിണീ സ്വയംവരം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോഴും സംഹിതയായതുകൊണ്ട്, സംഹിത എന്ന് പറഞ്ഞാൽ എന്താ, ഈ അവൈലബിളായ 16,000 ഒരു ചില്ലുവാനം ശ്ലോകങ്ങളാണ് നമുക്കിപ്പോൾ ഭാഗവതത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 18,000 ഉണ്ടെങ്കിലും 16,000 നമ്മുടെ കയ്യിലുള്ളൂ. ആ 16,000ത്തിൻ്റെയും ആശയം ഒരേപോലെ തന്നെയാണ് പോവുക. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരേ കാര്യങ്ങൾ പല ഡയമെൻഷനിൽ നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടി മഹർഷീശ്വരന്മാര് നമ്മളോട് പറയുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ. അപ്പോൾ രുക്മിണീ സ്വയംവരം എന്ന കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉരുത്തിരിയേണ്ട ആശയവും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള നിഗമാനന്ദ സ്വാമിജിയുടെ ഒക്കെ പാരായണമായതുകൊണ്ട് ശ്ലോകങ്ങളെ തിരിച്ചറിയാനും അതിലെ കഥ ബോധിക്കാനും പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ കഥയെ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഭീഷ്മക മഹാരാജാവ് എന്നു പേരായിട്ടുള്ള വളരെ വിഖ്യാതനായ രാജാവിൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് കുണ്ടിന മഹാരാജ്യം. ആ കുണ്ടിന രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഭീഷ്മക മഹാരാജാവിന് 5 മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നു. മക്കളുടെ പേരൊക്കെ വളരെ വിചിത്രമാണ്. രുക്മി, രുക്മരഥൻ, രുക്മമാലി, രുക്മകേശൻ, രുക്മബാഹു. എല്ലാ പദത്തിലും പൊതുഘടകമായിട്ടൊരു പദം കാണാം. ഏത് പദമാണ്? കേൾക്കാൻ വയ്യ. രുക് എന്ന പദമാണ് അല്ലെ. രുക്മിണി എന്ന് എഴുതുമ്പം കവർഗത്തിലെ ആദ്യത്തെ കായാണ് ഉപയോഗിക്കുക. രുക്മിണി എന്നാ പറയുക. എന്താ ആ കവർഗത്തിലെ ആദ്യത്തെ കായുടെ പ്രത്യേകത? രുക് എന്നുള്ള ശബ്ദത്തിന് 2 അർത്ഥങ്ങളാണ്. ഒന്ന് അസ്വസ്ഥമായ മനസ്സ്, രണ്ടാമത്തത് സ്വർണം. രുക്മിണിയുടെ അമ്മയുടെ പേര് മഹാദേവി എന്നാണ്. ഭീഷ്മക മഹാരാജാവിന് മഹാദേവിയിൽ പിറന്ന കുട്ടിയാണ് ഈ പറയുന്ന 5 സഹോദരന്മാർക്ക് ഏക സഹോദരിയായിട്ട് ജനിച്ച രുക്മിണി എന്നറിയപ്പെട്ട രാജകുമാരി. ഏതായാലും രുക്മിണിയെക്കുറിച്ച് വ്യാസഭഗവാൻ ഒരുപാടൊന്നും വിശേഷണങ്ങൾ കൊടുത്തിട്ടില്ല. രുക്മിണിയെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും ഗംഭീരമായൊരു പ്രയോഗം 2 അക്ഷരങ്ങളിലാണ്. എന്താ പറഞ്ഞത്? സതിയാണെന്നാ പറഞ്ഞത്. സതി എന്ന് പറഞ്ഞാൽ സന്മതി, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധി എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. ഒന്ന് ശ്രുതബുദ്ധി, രണ്ടാമത്തത് യുക്തബുദ്ധി, മൂന്നാമത്തത് ഋതംഭരാബുദ്ധി. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുന്നത്, കേട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എന്താ പ്രയോജനം? കുറച്ച് കാര്യങ്ങൾ പറയാം, കേൾക്കാം, ചില അറിവുകൾ കളക്ട് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ സയന്റിഫിക് നോളജ് ആണ്. ഇനി അതല്ല, ഋതംഭരാബുദ്ധി. ഋതം എന്ന വാക്കിന് ഒരു പ്രയോഗമുണ്ട്. ഋതം എന്ന വാക്കിൻ്റെ ഭാവം സത്യം എന്നുള്ളത് തന്നെയാണ്. ഉപനിഷത്താണ് പ്രയോഗിച്ചത്. ഋതം വദിഷ്യാമി, സത്യം വദിഷ്യാമി. അപ്പൊ എന്താ? സത്യം എന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാ ഋതം എന്ന് പറഞ്ഞത്? രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സത്യം എന്ന് പറയുന്നത് ആപേക്ഷിക സത്യമാണ്, റിലേറ്റീവ് ട്രൂത്ത് ആണ്. ഋതം എന്ന് പറയുന്നത്
പാരമാർത്ഥികമായ സത്യമാണ്, അബ്സല്യൂട്ടായിരിക്കുന്ന ട്രൂത്താണ്. അപ്പോൾ രുക്മിണിയുടെ പ്രജ്ഞ അല്ലെങ്കിൽ രുക്മിണിയുടെ വിശേഷണം എന്ന് പറയുന്നത് അവള് സതിയാണ്, അബ്സല്യൂട്ടായിരിക്കുന്ന ട്രൂത്ത് അല്ലെങ്കിൽ പാരമാർത്ഥിക സത്യത്തിൽ ദൃഷ്ടിയുള്ളവളായിരുന്നു സാക്ഷാൽ രുക്മിണി ദേവി എന്ന് പറയുന്നു. ഏതായാലും കാലം മുന്നോട്ട് പോവുകയാണ്. ആ രുക്മിണി ദേവിക്ക് യൗവനപ്രാപ്തിയായി. അപ്പൊ ഇന്നത്തെ മാതിരിയല്ല, പണ്ടത്തെ കാലഘട്ടത്തില് ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രത്തില് സ്ത്രീകൾ സ്വതന്ത്രകളായിരുന്നു. ഇന്നത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മുറവിളി കൂട്ടുമ്പോഴും പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സ്ത്രീത്വത്തിന്റെ ഗാംഭീര്യത നമ്മൾ കാണാതെ പോയി. നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്ന് മനു പറഞ്ഞ വേളയില് അതിന്റെ തലങ്ങളെ കുറിച്ച് ബോധിക്കാതെയാണ് സ്മൃതി വേണ്ടാന്ന് പറഞ്ഞത്. അതേ സ്മൃതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണോ നാരി ആദരിക്കപ്പെടുന്നത് എവിടെയെല്ലാം പൂജിക്കപ്പെടുന്നു. കാരണം ഭാരതത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ആയിരുന്നില്ല, ഈ കാണുന്ന രീതിയിലായിരുന്നില്ല. വിവേകാനന്ദ സ്വാമിജി കേരളത്തിൽ വന്നു. വിവേകാനന്ദ സ്വാമിജി എന്താ പറഞ്ഞത് നമ്മളെ കുറിച്ച്? കേൾക്കാൻ വയ്യ? കേരളം ഇതായി കുഴപ്പം, ആവശ്യമില്ലാത്ത ഒക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. സ്വാമിജി വേറെ എന്തെല്ലാം നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിജി കേരളം എന്ന് കേട്ട ഒട്ടനെ നമ്മൾ പറയും കേരളം ഭ്രാന്താലയ എന്ന് പറഞ്ഞു. ബാക്കി ഒരക്ഷരവും നമ്മുടെ മലയാളികളുടെ തിരക്കേടിതാണ്. സ്വാമിജി എത്ര കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തെക്കുറിച്ച്. വടക്കൻ കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന വേളയിൽ ഇവിടെയുള്ള സ്ത്രീത്വത്തെ കണ്ട് സ്വാമിജി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ശുചിത്വമുള്ള സരളമായ സംസ്കൃത ഭാഷയിൽ സംസാരിക്കുന്ന സ്ത്രീകൾ എവിടെയുമില്ല എന്ന് സ്വാമിജി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുകയല്ല, കാരണം നമ്മുടെ സ്വഭാവം അതാണ്. അപ്പൊ അത് മാറണ്ടേ? അപ്പൊ ഈ നെഗറ്റീവ് ആസ്പെക്ട്സ് മുഴുവനും നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ സ്ത്രീത്വം എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമായിരുന്നില്ല. മൈത്രേയിയെ പോലെ, ഗാർഗിയെ പോലെ യാജ്ഞവൽക്യന്റെ സദസ്സുകളെ തീക്ഷ്ണമാക്കിയ പണ്ഡിത സ്വരൂപിണികള് ഭാരതത്തിന്റെ ഗാംഭീര്യമാർന്ന സ്രോതസ്സുകളാണ്. കാരണം ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ് ഭാരതത്തില്. കാരണം നമ്മളിപ്പോൾ അങ്ങനെയല്ല, ഒരു അമ്മയുടെ പങ്ക് അപാരമാണ്. ഏത് കഥയാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും സ്പർശനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇത് ഏത് കഥയായിക്കോട്ടെ. കാരണം ഇവിടെ നമ്മൾ വിശേഷിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീത്വത്തിന്റെ കൂടെ കഥയാണ്. വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് പോലെ കൃഷ്ണ മംഗലം, മംഗളമോ മംഗല്യകരമോ എന്തു വേണമെങ്കിലാവട്ടെ, പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക. കാരണം ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അമ്മയുടെ ഭാവം. പണ്ട് ഒരു അമ്മയുണ്ടായിരുന്നു, സ്വന്തം കുഞ്ഞിന്റെ കുസൃതി അധികരിച്ചപ്പോൾ ആ കുസൃതി എന്തു ചെയ്യണമെന്നറിയാതെ വിഷണ്ണയായി അതെല്ലാ അതിരുകളെയും വിട്ടകന്നപ്പോൾ ഒരു കയ്യിൽ ജപമാലയും പിടിച്ച് മറ്റൊരു കയ്യിൽ ഗംഗയിൽ നിന്ന് തണുത്തുറഞ്ഞ ജലമെടുത്ത് സ്വന്തം ശരീരത്തിൽ തലവഴി ധാര കോരി തൻ്റെ മകന്റെ കുസൃതി കുറയണമെന്ന് പ്രാർത്ഥിച്ചൊരമ്മയുണ്ടായിരുന്നു. അറിയുമോ ആരായിരുന്നു ആ അമ്മ എന്ന്? വിവേകാനന്ദ സ്വാമിജിയുടെ അമ്മ. ആ അമ്മയ്ക്ക് പിറന്ന മകനാണ് വിവേകാനന്ദൻ. ആലോചിക്കുക, ഇന്നത്തെ അമ്മമാരോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും യുദ്ധക്കളം പോലെയാണ്. അതുകൊണ്ട് അവർക്ക് ആരോഗ്യമില്ലാത്തത്. സ്വന്തം കുഞ്ഞുങ്ങളെ ഏതു പ്രകാരത്തിലാണ് വളർത്തേണ്ടത്? 2.5 വയസ്സിൽ സ്വന്തം കുഞ്ഞിനെ ക്രഷിൽ വിടുന്ന പുതിയ സംസ്കാരം. 2.5 വയസ്സിലാണ് കുട്ടിയെ സ്കൂളിൽ വിടുന്നത്. കാരണം എന്താ? വീട്ടിലിരുത്തിയ കുഴപ്പമാണ്, വീട്ടിലിരുത്തിയ ശല്യമാണെന്നാ പറയുക. ഇത് മാറണം. ആ സംസ്കാരത്തിന്റെ ചുതി സ്ത്രീത്വമായിട്ട് തന്നെ വളരണമെന്നുണ്ടെങ്കിൽ, കാരണം സ്ത്രീക്ക് തന്ത്രശാസ്ത്രത്തില് ആധ്യാത്മികതയില് ഉയർന്ന സ്ഥാനം തന്നെയുള്ളത്. കാരണം ഒരു സ്ത്രീ പ്രസവിച്ച് അമ്മയായി കഴിയുമ്പോൾ, പ്രസവം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന വേളയിൽ ആ സ്ത്രീയെ ഈശ്വരിയായിട്ട് ഉയർത്തുന്നുണ്ട് കാലം. കാരണം ആ സ്ത്രീയുടെ സുഷുമ്നയുടെ അറ്റം ഓപ്പൺ ആയിരിക്കും. സ്വാഭാവിക പ്രസവമാണെന്ന് ഹിമാലയ പ്രാന്തങ്ങളിൽ തപസ്സു ചെയ്യുന്ന മഹർഷീശ്വരന്മാർ അവരുടെ യോഗശാസ്ത്ര രഹസ്യ ഭാവ സാധനകളിൽ അവരനുഷ്ഠിക്കുന്ന ഒരു തലം പോലെ ഈ അമ്മയുടെ ഗാംഭീര്യമാർന്ന സ്വരൂപം ഉയരുകയാണ്. അതുകൊണ്ടാണ് ഭാരതം അമ്മയെ ഈശ്വരിയായിട്ട് യാതൊരു ശങ്കയുമില്ലാതെ വിളിച്ചിട്ട് പോയത്. അതുകൊണ്ട് യോഗിനിയായിട്ട് മാറുകയാണ് അവിടെ അമ്മ. അമ്മ നിസാരമായ കൺസെപ്റ്റ് അല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന തത്വദീക്ഷ എന്ന് പറയുന്നത് ആലോചിച്ചുറപ്പിക്കണം നമ്മൾ ഈ പറയുന്ന ഭാഗവത തത്വദീക്ഷകളെ. രുക് എന്ന് പറയുന്ന രുക്മിണീ ദേവിയുടെ മഹാതപസ്വിനിയായിരുന്ന ആ ഭാവം, അതായത്
ഋതംഭര പ്രജ്ഞ അല്ലെങ്കിൽ പ്രജ്ഞ ഉറപ്പിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൽ ആ പ്രജ്ഞയുടെ തീക്ഷ്ണത, അത് ആ കോൺഷ്യസ്നെസ്, റെക്ടിഫൈഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന രുക്മിണിയുടെ ഭാവഭാവം. ഏതായാലും സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് രുക്മിണി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വിഘാതമായിട്ട് രുക്മി തീരുമാനിക്കുന്നത് രുക്മിണിയെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ. എന്താ കാരണം? ആ രുക്മിക്ക് ഒരു സാമ്രാജ്യ മോഹമുണ്ട്, ലോകം മുഴുവനും വെട്ടിപ്പിടിക്കണം. അതിന് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പടയുള്ള ആളാണ് ജരാസന്ധൻ. ജരാസന്ധന് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളില്ല. ശിശുപാലൻ എന്ന് പറയുന്ന ഒരാൾ പറയണ മാതിരിയാണ് ഇദ്ദേഹം കേൾക്കുക. അപ്പൊ ശിശുപാലന് തൻ്റെ സഹോദരിയെ കൊടുത്താല് വേണ്ടതുപോലെ ജരാസന്ധനെ പാട്ടിലാക്കാം എന്നുള്ള വ്യാമോഹത്തില് ആണ് ഇങ്ങനെയൊരു പദ്ധതി രുക്മി തയ്യാറാക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ദാ കഥയിൽ പറയണു, സാക്ഷാൽ ഭുവനസുന്ദരനായിട്ടുള്ള കൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണനെ രുക്മിണി തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവൾ എന്താ വേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അന്ന് സ്ത്രീക്ക് ഉണ്ടായിരുന്നു. കാരണം ഇഷ്ടമുള്ള പുരുഷനെ വരിക്കാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്കുണ്ട്. അപ്പൊ രുക്മിണി നിശ്ചയിച്ചിട്ടുണ്ട്, കൃഷ്ണനെ കണ്ടിട്ടില്ല, പക്ഷേ ഭഗവാന്റെ ഗുണഗണങ്ങൾ മറ്റുള്ളവർ പുകഴ്ത്തുന്നത് കേട്ടിട്ട്, പാടുന്നത് കേട്ടിട്ട്, പറയുന്നത് കേട്ടിട്ട് രുക്മിണി തൻ്റെ ഹൃദയത്തിൽ കൃഷ്ണനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും രുക്മിണിയുടെ കാര്യം തീരുമാനിച്ചത് പക്ഷേ രുക്മിയായിരുന്നു. ശിശുപാലന് വേണ്ടിയിട്ട് വിവാഹം ഉറപ്പിക്കുകയാണ് അവിടെ. ഏതായാലും രുക്മി സാക്ഷാൽ വീട്ടുതടങ്കലിലായി എന്ന് പറയേണ്ടി വരും. രുക്മിയാൽ കാലം കടന്നു പോവുകയാണ്. വേണ്ടത് എന്താണെന്ന് നിശ്ചയമില്ലാത്ത ആ രാത്രിയിൽ സാക്ഷാൽ രുക്മിണി ദേവി സട്ടക്കുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് തനിക്ക് പറയാനുള്ളതും എഴുതാനുള്ളതുമൊക്കെ തൻ്റെ അന്തഃപുരത്തിൽ ഏത് സമയത്തും കടന്നു വരാൻ സാധിക്കുന്ന വൃദ്ധനും വിശ്വസ്തനുമായ ബ്രാഹ്മണന്റെ കയ്യിൽ വേണ്ടതുപോലെ എഴുതി തയ്യാറാക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ രുക്മിണി ദേവിയുടെ സന്ദേശപത്രവുമായിട്ട് ബ്രാഹ്മണൻ പോവുകയാണ് ദ്വാരകയ്ക്ക്. അവിടെ ചെല്ലുന്നു. ഭഗവാൻ ആ സന്ദേശത്തെ വായിക്കണു. വേണ്ടതുപോലെ ഭഗവാൻ കാര്യം ഗ്രഹിക്കണു. അത് കഴിഞ്ഞതാ ഭഗവാൻ പിറ്റേ പ്രഭാതത്തിൽ ദേവീക്ഷേത്ര സന്നിധാനത്തിലേക്ക് പോകുന്ന സാക്ഷാൽ രുക്മിണി ദേവിയെ തൻ്റേതാക്കി മാറ്റുന്നു. പോണ വഴിക്ക് കുറച്ച് വിഷമങ്ങളുണ്ടായി എന്ന് കഥയിൽ നമ്മൾ പറയും. കാരണം രുക്മി അതുപോലെ മറ്റുള്ള രാജാക്കന്മാർ എതിർക്കാനായിട്ട് വരികയാണ്. ആ എതിർക്കുന്ന സമയത്ത് കൃഷ്ണൻ രുക്മിയെ വൈരൂപ്യ ഭാവത്തിലേക്കാക്കുന്നതും ഭോജഘടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് രുക്മി തിരിഞ്ഞു പോകുന്നതും രുക്മിണിക്ക് ഉണ്ടായിരിക്കുന്ന ആപത്ത് ഘട്ടം, അതായത് ചിന്താക്കുഴപ്പം, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആപത്ത്. ബലരാമസ്വാമിയാൽ റെക്ടിഫൈഡ് ആക്കപ്പെട്ടുവെന്നും പറയുകയാണ്. ദ്വാരകയിൽ കൊണ്ടുപോയി രുക്മിണി ദേവിയും കൃഷ്ണനും തമ്മിൽ വിവാഹം ആഘോഷിച്ചു എന്ന് പറയുന്ന ഈ കഥ കേട്ടിട്ട് എന്താ പ്രയോജനം? ചിന്തിക്കേണ്ടതാണ്. ഇതുപോലത്തെ ഒരു കഥ പറയാനാണോ നമ്മൾ കൂടിയിട്ടുള്ളത്? ഇതിനേക്കാളും നല്ല സസ്പെൻസും അതുപോലെ ത്രില്ലുണ്ടാക്കുന്നതുമായിരിക്കുന്ന കഥകളില്ലേ? ഈ കഥയുടെ ആന്തരികമായിരിക്കുന്ന ചിന്ത ഭാഗവതം മുന്നോട്ട് വയ്ക്കുകയാണ്. സമാധിസ്ഥമായ ഭാഷയിൽ ഈ കഥയെ നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. വിദർഭ രാജ്യം അല്ലെങ്കിൽ വൈദർഭ രാജ്യം എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട നമ്മുടെ ശരീരം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ രാമായണത്തിൽ പറയും അയോധ്യയുടെ രാജാവായ ദശരഥൻ. ഇവിടെയും അതുപോലെ തന്നെയാണ്. വൈദർഭ രാജ്യത്തിലെ രാജാവാണ് ഭീഷ്മകൻ. ഭീഷ്മകൻ എന്ന് കഥയിൽ പറയുന്നത് ഒരു സംശയം വേണ്ട ബുദ്ധിയാണ്. വൈദർഭ രാജ്യം സമം സാക്ഷാൽ ശരീരം തന്നെയാണ്. ഭീഷ്മകൻ എന്ന് പറയുന്നത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ബുദ്ധി തന്നെയാണ്. ഇനി ചിന്തിച്ചു നോക്കുക, ആ ശരീരത്തെ നിയന്ത്രിക്കുന്ന ബുദ്ധി, ശരീരം, ഇവർക്ക് 5 മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എന്തായിരിക്കും? കേൾക്കാൻ വയ്യ. പഞ്ചേന്ദ്രിയങ്ങളായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രങ്ങൾക്കെല്ലാം പേര് കൊടുത്തത് രുക് 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 രുക്. കാരണം എന്താ? എല്ലായിടത്തും അസ്വസ്ഥതകള്. ഈ 5 ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ദേവതാ സങ്കല്പങ്ങളെ വിഭാവനം ചെയ്ത പരാശക്തിയുടെ ദിവസം കൂടിയാണല്ലോ ഇന്ന്. രുക്മിണി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്, മഹാകാളിയാണ്, മഹാസരസ്വതിയാണ്, ഐക്യരൂപത്തിലുള്ള സാക്ഷാൽ ചണ്ഡിക തന്നെയാണ്. പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ഒരു ദേവിയാണ് ഭദ്രകാളി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഭദ്രകാളി എന്ന് പറയുന്ന ദേവി ആകെ പ്രശ്നം എന്നാ പറയണേ. ഒരു കയ്യിൽ ദാരികന്റെ തല, മറ്റേ കയ്യിൽ ഒരു പാത്രത്തിൽ രക്തം, അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന പറയണേ.
എന്താ ഇതിനർത്ഥം? ചിന്തിച്ചിട്ടുണ്ടോ? ദേവി എന്തിനാ ദാരികന്റെ തല വെട്ടിയെടുത്തത്? അവിടെ കാണേണ്ടത് അവനവന്റെ തല തന്നെയാണ്. കാരണം തല എന്ന് പറയുന്നത് 5 ഇന്ദ്രിയങ്ങളുടെയും ഇരിപ്പിടമാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് എന്ന് പറയുന്നത് എംബ്രയോളജി ശീലിച്ചാല് നമുക്ക് മനസ്സിലാവും. അമ്മയുടെ ഫീറ്റസിൽ ഒരു പോയിന്റിൽ നിന്നാണ് സ്കിന്നും ബ്രെയിനും ഉണ്ടാവണത്. പുറത്തേക്ക് വിടർന്നിരിക്കുന്ന ബ്രെയിനാണ് സ്കിൻ, അകത്തേക്ക് ചുരുങ്ങിയ സ്കിന്നാണ് ബ്രെയിൻ. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളും ദേവിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആലോചിച്ച് നോക്കൂ. പറയുമ്പോ രോമാഞ്ചം വരികയാണ്. എന്താ? അല്ലയോ ഭഗവതി, ഇനി എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ കൺട്രോളർ അവിടുന്നാണ്. അവിടുന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ആലോചിച്ച് നോക്കുക, എത്ര അപാരമായിരിക്കുന്ന ഭാവനയാണത്, മഹർഷീശ്വരന്മാരുടെ ഭാവന. ശ്രീരാമകൃഷ്ണദേവൻ എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേറ്റ് അവസാനിക്കുന്ന വേളയില് ഭവതാരിണി ക്ഷേത്രത്തിന്റെ മുകളിൽ കയറി നിന്ന് പറയും, അല്ലയോ അമ്മേ, ഒരു സൂര്യൻ കൂടെ അസ്തമിച്ചു പോവുകയാണ്. ഇന്നത്തെ ഈ ദിവസവും അമ്മയുടെ ചന്താർപാദങ്ങൾ കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ലല്ലോ എന്നാണ് അവിടുന്ന് ഈ ദർശനം തരണത്. വിശ്വാസികളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമ്മള് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഈശ്വരൻ ഉണ്ടോന്ന്. ഈശ്വരൻ ഉണ്ടോ എന്നുള്ളതിന് ഉത്തരം പറയാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. വലിയ ഉറപ്പൊന്നുമില്ല നമുക്ക്. എന്താ ഉറപ്പില്ലാത്തത്? ഇത്രയും കാലം ഒരു സമ്പ്രദായ ഗുരുനാഥന്റെ കീഴില് എത്ര പേര് മന്ത്രോപദേശം സ്വീകരിച്ചിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്? സ്വയം ചോദിച്ചു നോക്ക്. എത്ര കാലം നമ്മൾ വേണ്ടതുപോലെയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്? ഉത്തരം കിട്ടാൻ കുറച്ച് വിഷമിക്കും. വേണ്ടതുപോലെ ഈശ്വരനെ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് നമ്മൾ വേണ്ടത്ര വിശ്വാസം ഉറപ്പിച്ചിട്ടുണ്ട്? ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ബംഗാളിന്റെ മണ്ഡലത്തില് രാധാകാന്തന്റെ മടിത്തട്ടിലേക്ക് ഊർന്നു വീണൊരു നക്ഷത്രമുണ്ടായിരുന്നു. വ്യഭിചാരശാലകളിൽ നിന്ന് വ്യഭിചാരശാലകളിലേക്കും മദ്യശാലകളിൽ നിന്ന് മദ്യശാലകളിലേക്കും ഒഴുകിപ്പോയ ഒരു മഹാപ്രതിഭ ഗിരീഷ് ചന്ദ്ര ഘോഷ്. ബംഗാൾ ലോകം അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഒരു നാൾ നിലാവുള്ള ഗംഗ കടന്ന് ഒരു അവധൂതനെ പോലെ ജീവിതമെല്ലാം താറുമാറായി പരമഹംസന്റെ മടിത്തട്ടിലേക്ക് വന്നു വീണൊരു നക്ഷത്രം. വിവേകാനന്ദ സ്വാമിജി അല്ല, ഗിരീശനാണ് ആദ്യമായിട്ട് പരമഹംസരെ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അവസാനം ഗിരീഷ് ചന്ദ്രഘോഷ് പറയുന്നുണ്ട്, എത്ര ഗംഭീരമായൊരു വാചകം അത്. ശ്രീരാമകൃഷ്ണദേവനെ പോലുള്ള ഒരാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടുമുട്ടുമായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ പാപങ്ങളും ചെയ്ത് ഞാൻ വന്നേനെ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ആലോചിച്ച് നോക്ക്, എത്ര ഉജ്ജ്വലമായ വിശ്വാസം. എങ്ങനെ രോമാഞ്ചം വരാതിരിക്കും നമുക്ക്? എത്ര പെർസെൻറ്റേജ് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഗുരുവായൂരപ്പനെ വിട്ടുകൊടുത്തിട്ടുണ്ട്, ഈശ്വരനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിക്കും നമ്മള്, ഇന്ദ്രിയങ്ങളെല്ലാം ഈശ്വരനെ വിട്ടുകൊടുത്താൽ, എൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവനും ദേവിയാണ് നിയന്ത്രിക്കുന്നതെന്ന് തീരുമാനിച്ചാൽ, അടുത്ത നിമിഷം തൊട്ട് എന്തും ചെയ്തിട്ട് അതൊക്കെ ദേവിയല്ലേ എന്ന് പറഞ്ഞൂടെ? ആ ചോദ്യം നമ്മൾ ചോദിക്കും. കാരണം എന്താ? നമ്മൾ ആരും അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ ഇന്ദ്രിയങ്ങളെ ആത്മാർത്ഥമായി ഞാൻ ദേവങ്കിലേക്ക് സമർപ്പിച്ചാൽ അടുത്ത സെക്കൻഡ് തൊട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് ദൈവികം മാത്രമായിരിക്കും. പിന്നെ ഒരൊറ്റ കാര്യം പോലും നമുക്ക് വഴിവിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? എൻ്റെ ഭഗവാൻ ശ്രദ്ധിക്കുന്നു എന്നെ. അരുതാത്തൊരു വാക്ക് പറയുമ്പോൾ എൻ്റെ ദേവി എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ നമുക്ക് ആ ശ്രദ്ധയില്ല. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുക നമ്മൾ സ്പിരിച്വൽ ആണെന്ന്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദേവിക്ക് ഒരു പര്യായം പറയുന്നുണ്ട്. പരാശക്തിയായിരുന്ന രുക്മിണി ദേവിക്ക് എന്താ പറയണത്? രഹസ്യനാമ സഹസ്രത്തില് ചലൻ മീനാഭലോചന. എനിക്ക് എൻ്റെ അമ്മയെ ഒരൊറ്റ കാര്യത്തിലെ വെല്ലുവിളിക്കാൻ പറ്റുള്ളൂ. എന്തിലാത്? ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് വരാതിരിക്കാനാവില്ല. അതാണ് ആ പരാശക്തിയുടെ അല്ലെങ്കിൽ രാധാകാന്തന്റെ മഹത്വം. അത് ആരുമായിക്കോട്ടെ, അമ്മയാവട്ടെ, പുരുഷനായ കൃഷ്ണനാവട്ടെ, ഞാൻ കരഞ്ഞു വിളിച്ചാൽ അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഈശ്വര പ്രാപ്തിക്ക് വേണ്ടിയിട്ട്? അവിടെയാണ് നമ്മൾ ചിന്തയെ ഉറപ്പിച്ചു നിർത്തേണ്ടത്. നമ്മൾ എന്തിനു ഭയക്കണം? ഈശ്വരന്റെ മക്കളാണ് നമ്മൾ. ഈശ്വരാധീനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. എപ്പോഴാ? ഇടയ്ക്കല്ല. ചലന്മീനാഭലോചന. അതാ പറഞ്ഞു വന്നത്. ഏതു പ്രകാരത്തിലാണ് ഒരു കുഞ്ഞുങ്ങളെ മുട്ടയിൽ നിന്ന് വിരിയിക്കാനായി ആ തള്ള മത്സ്യം കടലിന്റെ അഗാധതലങ്ങളിൽ കണ്ണിമ വെട്ടാതെ കാവലിരിക്കുന്നത്? ഞാൻ ഉറങ്ങുന്ന നേരത്തും എൻ്റെ അമ്മ എനിക്ക് കാവലായിട്ടുണ്ടാവണം. പറയാൻ സാധിക്കണം.
കാരണം ഞാൻ എൻ്റെ അമ്മയുടെ പാദങ്ങളിൽ, ഞാൻ എൻ്റെ കൃഷ്ണപാദങ്ങളിൽ എൻ്റെ ജീവിതം സമർപ്പിച്ചതാണ്. വരും ഭഗവാൻ രുക്മിണിയെ കൈപിടിച്ച് കൊണ്ടുപോകാൻ വന്നതുപോലെ. അല്ലാതെ രുക്മിണി സ്വയംവരം എന്ന് പറയുന്നത് ഒളിച്ചോടിയ കഥയല്ല. മറിച്ച് രുക്മിണി സ്വയംവരം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും പ്രേമജടിലമായ മനസ്സ്, തപ്ത ഹൃദന്തം ഒഴുകണം, അത് നിറഞ്ഞ്. ആലോചിക്കുക, ആ രുക്മിണി ദേവി എടുത്ത തീരുമാനം എന്താ? ഭഗവാൻ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് ഗോപികമാര് തീരുമാനിച്ചതുപോലെ. രുക്മിണി സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം നമുക്ക് പിന്നെ കാണാൻ പറ്റും ഗോപികാ ഗീതത്തില. എന്താ പറഞ്ഞത്? നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക്. നഖലു ഗോപികാ നന്ദനോ ഭവാൻ. ഭവാൻ ഒരു ഗോപികയുടെയും മകനല്ല. നമ്മുടെ വിചാരം എന്താ? ഗോപി വസ്ത്രഹരണം എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ ആരുടെയോ തുണി വാരി കൊണ്ടുപോയി എന്നാണല്ല. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോവുക. അവിടുന്ന് ശൃംഗേരിക്ക് പോയാൽ കാണാൻ പറ്റും മന്ത്രദീക്ഷ കൊടുക്കുന്ന ചടങ്ങ്. സാക്ഷാൽ സന്യാസ പരമ്പരയിൽ മന്ത്രദീക്ഷ കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ വിചിത്രങ്ങളാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭൂമാനന്ദ തീർത്ഥ മഹാരാജ് സ്വാമിജിക്ക് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ തലകീഴായിട്ട് നിന്നാണ് മന്ത്രം ഉപദേശിച്ചെന്നൊക്കെ സ്വാമിജിയോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ, കേട്ടറിവാണ്. അപ്പൊ യഥാർത്ഥത്തില് മഹാത്മാക്കളുടെ ഭാവഭാവങ്ങൾ വിചിത്രമാണ്. കാരണം ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞതുപോലെ വിചിത്ര രൂപത്തവ ഖൽവനുഗ്രഹ. അവധൂതന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട്, പ്രചോദിതമല്ലാത്ത ബുദ്ധി കൊണ്ട്, ആക്ടിവേറ്റഡ് അല്ല നമ്മുടെ കോൺഷ്യസ്നസ്, പ്രചോദിതമായ ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തെ അളന്നവർ ഋഷീശ്വരന്മാര്. ആ അളക്കല് നമുക്ക് കുറച്ച് വിഷമുണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത്, സ്വരൂപധ്യാനത്തിൽ ഇരിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിന്റെ റിഫ്ലക്ഷൻസ് ആയിട്ട് നമുക്ക് തോന്നണം ഈ കഥകള്. അപ്പൊ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളാകുന്ന രുക്മിണിയുടെ സഹോദരന്മാരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങള്. അപ്പോൾ ശരീരമാണ് വൈദർഭരാജ്യം, ഭീഷ്മക മഹാരാജാവ് ബുദ്ധിയാണ്, അതേപോലെ ഇന്ദ്രിയങ്ങളാകുന്ന അവരുടെ സഹോദരന്മാര്. ഇതിൻ്റെ ഇടയിൽ ഒരു രുക്മിണി. രുക്മിണിക്ക് ഭഗവാനോട് പ്രേമുണ്ട്. ഏതുപോലെ? നമ്മളെപ്പോലെ പറഞ്ഞും അറിഞ്ഞും കേട്ട് ഭഗവത് പ്രാപ്തിക്ക് ആഗ്രഹിക്കുന്നവളാണ് രുക്മിണിയെങ്കിൽ നമ്മുടെ ഹൃദയവും ഭഗവാനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏതുപോലെ? ഭഗവാനോട് പറയാൻ സാധിക്കണം, ഒരു നാൾ ദാ ഈ ശവശരീരത്തെ വിട്ടുകൊണ്ട് എൻ്റെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് ഞാൻ ഒരു നാൾ വന്നു ചേരും. രാവണൻ പ്രാർത്ഥിച്ചതുപോലെ. രാവണ മോശക്കാരനൊന്നുമല്ല. അന്തപുരത്തിന്റെ പ്രാന്തങ്ങളില് രാവണൻ ഇരിക്കുമ്പോൾ വാത്മീകിയുടെ ഒരു പരാമർശമുണ്ട്. രാമൻ എന്തുകൊണ്ട് വരുന്നില്ല? എൻ്റെ നെഞ്ചിലേക്ക് ആ അസ്ത്രങ്ങളേറ്റ്, രാമബാണങ്ങളേറ്റ് എനിക്കിനിയും വൈകുണ്ഠപ്രാപ്തിക്ക് സമയമായില്ലെന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രാവണനെ കാണാം. അതുപോലെ രുക്മിണിയും ചിന്തിച്ചിട്ടുണ്ട്. രുക്മിണിയാകുന്ന നമ്മുടെ ഹൃദയത്തിലും ആ ചിന്ത ഉണ്ടാവണം. പക്ഷേ സാധിക്കണില്ല. ഇന്ദ്രിയങ്ങൾ എല്ലാവരും ചേർന്ന് കൃഷ്ണപ്രേമാമൃതത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ മനസ്സാകുന്ന രുക്മിണിയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആർക്കാ? ശിശുപാലത്വത്തിലേക്കാണ്. ശിശുപാലം എന്ന് പറഞ്ഞാൽ എന്താ? ചപലതയാണ്. കുട്ടികളെ പാലിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിത്തം വിട്ടുമാറാത്ത ചാപല്യങ്ങളിലേക്ക് മനസ്സിനെ വല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ഈശ്വരപ്രാപ്തിക്ക്. എന്താ അത്? വൃദ്ധനും വിശ്വസ്തനുമായ ബ്രാഹ്മണന്റെ പാദങ്ങളില് തൻ്റെ സകലതിനെയും സമർപ്പിക്കുക. എന്താ അത്? ദശമസ്കന്ധം 81-ാം അധ്യായത്തില് ഗംഭീരമായൊരു പ്രയോഗമുണ്ട്. ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും നമ്മുടെ ഹൃദയത്തില് പൂർണ്ണമായ പ്രശാന്തതയിലേക്ക് വരില്ല. ആ പ്രശാന്തത ഉണ്ടാവണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. പലരും പറയുന്നൊരു പരാതിയാണ്, എനിക്ക് നല്ല ഗുരുവിനെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. ഒറ്റ കാര്യം ഓർക്കേണ്ടതുള്ളൂ, ചക്ക പഴുത്തു പാകമായാൽ ചക്ക അണ്ണാറക്കണ്ണന് ലെറ്റർ അയക്കാറില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനല്ല. അവനവനിൽ എത്ര പാകതയുണ്ട് അതനുസരിച്ചിട്ടുള്ള ഗുരുനാഥന്മാരെയാ കിട്ടുക. ആ പാകതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ വേണം എന്ന് നിരീക്കുന്ന സമയത്ത് അവനവന്റെ ഉള്ളിൽ എത്രത്തോളം പാകത സജ്ജമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ആ കഥയിലേക്ക് തിരിച്ചു പോയി നോക്കിക്കോളൂ. രുക്മിണി സ്വയംവര കഥയിൽ നമ്മൾ കാണുന്ന ഓരോ ബിംബങ്ങളെയും, ഇവിടെ പ്രൗഢമായിട്ടുള്ളൊരു തലമാണ്.
ആ വൃദ്ധനും വിശ്വസ്തനുമായ ഗുരുനാഥന്റെ പാദകമലങ്ങളെ മനസ്സാകുന്ന, നമ്മുടെ കോൺഷ്യസ്നെസ് ആകുന്ന രുക്മിണി ദേവിയെ നമുക്കൊന്ന് ആശ്രയിപ്പിക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചുകൊണ്ട് ഒരു സംശയവും വേണ്ട, നമ്മളെ ആ ഹൃദയസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ചേർത്ത് പിടിക്കും. നമ്മുടെ ജീവിതം അത് തന്നെയല്ലേ. ഈ സ്വയംവരം പറയുന്ന സമയത്ത് ലൗകിക ജീവിതത്തിലുള്ള, വിവാഹ ജീവിതത്തില് നമ്മളെപ്പോലുള്ള ആളുകള്, ഇപ്പൊ പലരുടെയും ഒരു പ്രശ്നമാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നതിലൂടെയൊക്കെ ഈ പറയുന്ന തത്വശാസ്ത്രമൊക്കെ സാധിക്കുമോ? സാധിക്കാതെ എന്തുകൊണ്ട്? സ്വാമിജിയെ മാതിരിയുള്ള മഹാഗുരുനാഥന്മാരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നത് പരമഭാഗ്യമായിട്ട് കരുതുക. അവരുടെ ഉപദേശങ്ങളിലൂടെ സ്വീകരിച്ച് അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അവരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒരു വാക്ക് കേട്ടിട്ട് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. കാരണം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങളൊക്കെ സാധാരണക്കാരല്ലേ, ഞങ്ങളൊക്കെ ഗാർഹസ്ഥ്യക്കാരല്ലേ? ബോംബെയിലെ ചോപ്റ്റകളില് പന്നികൾ പോലും തൊടാനറയ്ക്കുന്ന ഗള്ളിയില് ഒരു മനുഷ്യനുണ്ടായിരുന്നു, വീട് തെറുപ്പുകാരനായിരുന്ന മാരുതി. ഒരു യുവാവായിരുന്നു അദ്ദേഹം, നമ്മളെ പോലെയൊക്കെ തന്നെ ജീവിതത്തില്. ആ കാലഘട്ടങ്ങളിൽ ഒന്നില് വടക്കേന്ത്യയിലൊക്കെ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ നാട് പോലെയല്ല, മഹാത്മാക്കളെ കണ്ടാൽ വീണ് നമസ്കരിക്കാൻ അവർക്കൊരു മടിയില്ല. അപ്പോ മാരുതിയുടെ വീടിനടുത്ത് മഹാത്മാവായിരുന്ന രാമേശ്വരാനന്ദനാഥൻ എന്ന നാഥസമ്പ്രദായത്തിലെ ഒരു സന്യാസി വന്നു ചേർന്നു. അപ്പൊ മാരുതിയോട് ഒരാൾ വന്നു പറഞ്ഞു, നമുക്കൊന്ന് അദ്ദേഹത്തെ കാണാൻ പോവാം. ശരി, പോവാന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാളും കൂടെ അവിടെ ചെന്നു. അദ്ദേഹത്തെ ചെന്ന് നമസ്കരിച്ച്, വേറൊന്നുമില്ല, അവിടെ ചെന്നിട്ട് മഹാരാജ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോരാന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ ചെന്ന് നമസ്കരിച്ച് കഴിഞ്ഞപ്പോ പതുക്കെ മാരുതി നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ ഈ രാമേശ്വരാനന്ദനാഥൻ കണ്ണ് മാരുതിയിലേക്ക് ഉറപ്പിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ നിന്നെ അറിയാൻ പരിശ്രമിക്കുക. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഞാൻ എങ്ങനെയാണത് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, ഒന്നും വേണ്ട, ഒരു ചെറിയ മന്ത്രം പറഞ്ഞു കൊടുത്തു, ഇത് ചാന്റ് ചെയ്തോളാൻ പറഞ്ഞു. വെറും 3 കൊല്ലം കൊണ്ട് മാരുതിയുടെ വീട് തെറുപ്പ് വ്യവസായമൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള പരിവർത്തനത്തിലേക്ക് വന്ന് അതൊക്കെ കുട്ടികളെ കൈമാറി ഏൽപ്പിച്ചു. മാരുതിയുടെ കോൺഷ്യസ്നെസ് എൻലൈറ്റൻഡ് ആയിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന്റെ ചിന്താധാരകൾ മാറി. കാരണം അദ്ദേഹം പ്രയത്നിച്ചു ഈ കിട്ടിയ മന്ത്രം കൊണ്ട്. വേണ്ടതുപോലെ മാരുതിയിലുള്ള പ്രജ്ഞ ഉണർന്നു. അദ്ദേഹത്തിന്റെ നാമം പോലും മാറി. ഭാരതത്തിലെ ആദ്യത്തെ 10 സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ എടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ദ ഗ്രേറ്റ് നിസർഗദത്ത് മഹാരാജ് എന്ന പേരിലേക്ക് മാരുതി ഉയർന്നു. അദ്ദേഹത്തിന്റെ പേര് കാലം ചാർത്തിയതല്ലാതെ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ മാറിയില്ല. ആ കടമുറിയിൽ തന്നെ അദ്ദേഹം ഇരുന്നു. യാതൊരു ചേഷ്ടകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവിടെ വെൽക്കം ആയിരുന്നു. ആരും അവിടെ എന്റർടൈൻ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ പ്രസരിച്ചു ലോകത്തിലേക്ക്. ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയില്ല. അദ്ദേഹത്തിന്റെ ഭാവത്തെക്കുറിച്ചറിഞ്ഞ് ഒരു സായിപ്പ് മോറിസ് ഫ്രീഡ്മാൻ, അവര് നമ്മളെക്കാൾ പ്രയത്നിക്കുന്നവരാണ് ഈ കാര്യത്തിൽ, അന്വേഷണ തൃഷ്ണയുള്ളവരാണ്. അദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ടോക്സ്, അദ്ദേഹത്തിന്റെ പറച്ചിലുകൾ, അദ്ദേഹത്തിന്റെ മൊഴിമുത്തുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ജിജ്ഞാസുകളായിരിക്കുന്നവർ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഐ ആം ദാറ്റ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഗംഭീരമായിരിക്കുന്നൊരു പുസ്തകമാണ്. ആത്മ സാക്ഷാത്കാരത്തിന്റെ വഴിയിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? കാരണം ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന് പറയുന്നത് വേണ്ടതുപോലെ അനുഷ്ഠിക്കുന്ന വേളയിൽ നമ്മൾ ഓരോരുത്തരും ധന്യരായിട്ട് തന്നെയാണ് മാറുക. കാരണം നമുക്ക് ആശ്രയിക്കാനായിട്ട് ഭഗവതി ഉണ്ടല്ലോ, ഭഗവാനുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ഭയക്കണത്? അപ്പോ സ്വന്തം ജീവിതത്തില് ഗുരുനാഥ പാതാരവിന്ദങ്ങളിലൂടെ അല്ലാതെ രുക്മിണിക്ക് കൃഷ്ണപ്രാപ്തി സാധ്യമല്ല. ഭാഗവതത്തിൽ ആരാ അല്ലാണ്ട പോയത്? പ്രഹ്ലാദൻ ഡയറക്റ്റ് പോയിട്ടില്ല, നാരദരാണ് പിടിച്ചു കൊണ്ടുപോയത്. ധ്രുവൻ ഡയറക്റ്റ് പോയിട്ടില്ല, നാരദരാണ് പിടിച്ചു കൊണ്ടുപോയത്. ആലോചിച്ച് നോക്കുക. ഗുരുവിന്റെ അനുഗ്രഹവും ഗുരുവിന്റെ വേണ്ടതുപോലെയുള്ള പരിശ്രമവും ശ്രദ്ധയും നമ്മളിൽ ഉണ്ടാവണം. വിജ്ഞാന ഭൈരവ തന്ത്രം പറയുന്നുണ്ട്,
ഗുരുശിഷ്യ ഭാവത്തിൻ്റെ ഗംഭീരങ്ങളായിരിക്കുന്ന തലങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളാൽ മഥിക്കപ്പെടുന്ന തപ്തഹൃദയം, പ്രേമസ്വരൂപമായിരിക്കുന്ന രുക്മിണിയാകുന്ന പ്രേമപാത്രത്തിനെ ഭഗവാനാകുന്ന ആ അമൃത തത്വത്തിലേക്ക് ലയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വൃദ്ധനും വിശ്വസ്തനുമായിരിക്കുന്ന ഗുരുവിൻ്റെ സഹായം ആവശ്യമുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ അതിജീവിക്കാനുള്ള പദ്ധതി, ഇവിടെ ഇന്ദ്രിയങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എത്രയോ കാലമായി നമ്മൾ ഇതിനു വേണ്ടി പരിശ്രമിക്കണു. ആ പരിശ്രമം ആവട്ടെ മഞ്ഞുമല ഉരുകി ചേരുന്നത് പോലെ എത്രത്തോളം താഴോട്ട് വീണോട്ടെ സാരല്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം നമ്മുടെ ജീവിതം. കാപട്യമില്ലാത്തതായിരിക്കണം നമ്മുടെ ജീവിതം. ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, നമ്മുടെ ജീവിതത്തിൽ കാപട്യമില്ല എന്ന് പറയുന്നത് ആണ് ആദ്യം ഉറപ്പിക്കേണ്ടത്. എന്തെല്ലാമാണോ നമ്മൾ ഈശ്വരങ്കലിൽ നിന്ന് മറയ്ക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലെ പതനത്തിന് കാരണമാകും. ദുര്യോധനന്റെ കഥ അതാ നമ്മളെ പഠിപ്പിക്കുക. മഹാഭാരത യുദ്ധം തുടങ്ങാറായ സമയത്ത് ആ ദുര്യോധനൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ രക്ഷിക്കണം. ആ അമ്മ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, കുളിച്ചിട്ട് നഗ്നനായിട്ട് എൻ്റെ മുമ്പിൽ വരാൻ പറഞ്ഞു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് വിശ്വോത്തീർണനായ കൃഷ്ണൻ. കാരണം എന്താ, എവിടെയൊക്കെ വേണ്ടാത്തതുണ്ടോ അവിടെയൊക്കെ കൃഷ്ണൻ വന്ന് നിൽക്കും. അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ അതിൻ്റെ മുമ്പിൽ പോണ്ട. ഈ പറയുന്ന കൃഷ്ണൻ ദുര്യോധനനോട് ചോദിച്ചു, അല്ലല്ല ദുര്യോധന, നീ എവിടേക്ക് ഈ കോലത്തിൽ പോണത്? അപ്പൊ പറഞ്ഞു, അതെ അമ്മയുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എടോ അതൊക്കെ അങ്ങനെ പറയില്ലേ, അത്യാവശ്യത്തിന് അര മറച്ചുകൊണ്ട് പൊക്കൂടെ നിനക്ക്? കൃഷ്ണന്റെ വാക്കുകളിൽ ഭ്രമിച്ച ദുര്യോധനൻ ഒരു കുട്ടിത്തോർത്തൊക്കെ ഫിറ്റ് ചെയ്ത് പതുക്കെ അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പൊ അമ്മ പതുക്കെ ചോദിച്ചു, ഉണ്ണി നഗ്നനായിട്ടല്ലേ വന്നേക്കണത്? കാരണം കണ്ണ് കെട്ടപ്പെട്ടവളാണ് ഗാന്ധാരി. കള്ളം പറഞ്ഞു അമ്മയോട്, അതേന്ന് പറഞ്ഞു. ആദ്യമായിട്ടതാ ആ കണ്ണുകൾ അഴിക്കപ്പെട്ടു. ദുര്യോധനന്റെ ശിരസ് മുതൽ പാദം വരെ കണ്ണു ഓടിച്ചിട്ട് അമ്മ പറഞ്ഞു, ചതിച്ചല്ലോ ഉണ്ണി നീ. എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന ഓരോ പൾസും ഓരോ സ്പന്ദവും നിന്റെ ശരീരത്തിൽ എവിടെ തറയ്ക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊന്നും ആയുധമേറ്റാൽ നീ മരിക്കില്ല. അവസാനം അകത്തുടകളിൽ അടിയേറ്റാണ് ദുര്യോധനന്റെ മരണം. എവിടെയാണോ നമ്മൾ ഈശ്വരങ്കലിൽ നിന്ന് മറയ്ക്കുന്നത്, ഈശ്വരനോട് കാപട്യം കാണിക്കുന്നവരാണ് നമ്മൾ. സംശയമൊന്നും വേണ്ട. എന്താ സംശയം? അമ്പലത്തിലൊക്കെ എന്താ തിരക്ക് എന്നറിയോ? ഇപ്പൊ മണ്ഡലക്കാലല്ലേ, ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യം. തീർത്ഥമൊക്കെ വാങ്ങി കുടിക്കണ കുട്ടി കണ്ടാലുണ്ടല്ലോ ഭഗവാന് രോമാഞ്ചം വരും. അതേ ആമാശയത്തിലൂടെ മറ്റുള്ള ജീവികളുടെ ശവങ്ങളെ കടത്തിവിടരുത് ഹിന്ദുക്കള്. മനസ്സിലായില്ല? മറ്റുള്ള ജീവികളുടെ ശവപ്പറമ്പാക്കി മാറ്റരുത് നമ്മുടെ ആമാശയങ്ങള്. നമ്മൾ സ്പിരിച്വൽ ആണെന്ന് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരുണ്യമില്ലാത്ത ജന്മമാവുന്നല്ലോ നമ്മള്. ചിന്തിക്കരുന്ന്. നമ്മൾ വലിയ വർത്താനങ്ങളൊക്കെയാ പറയുക. നമ്മൾ ഈ ജീവിതത്തിൽ ഈശ്വരൻ തന്നിരിക്കുന്ന ആ ഭാവഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നമ്മള്? പരശുരാമ കൽപ്പസൂത്രം ശ്രീവിദ്യോപാസകന്മാരുടെ കൈപുസ്തകത്തിൽ പറയും. എന്താ പറയണേ? സർവദർശന അനിന്ദ. ഒരു പുൽക്കൊടിയെ പോലും നമുക്ക് നശിപ്പിക്കാൻ അധികാരമില്ല. പ്രഭാഷണത്തിന് കയറുന്നതിന് മുമ്പ് മേനോസവാറായിട്ട് ഒന്ന് സംസാരിച്ച സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു തോന്നലും ഒരു ആശയവുമാണത്. കാരണം ഇവിടെ നിന്നൊരു പുല്ല് കണ്ടപ്പോൾ തോന്നിയതാണ്, ഈ സത്രവീതിയിലുള്ളൊരു പുല്ല്, ആ പുല്ലിലൊരു ജീവനുണ്ട്. ആ പുല്ല് ഇതിലേ പോകുന്ന ഒരു പശു കാലാന്തരത്തിൽ ആഹരിച്ച് ആ പശുവിലൂടെ അത് പാലായി സംക്രമണം ചെയ്ത് ആ പാലൊരു പുരുഷൻ ആഹരിച്ച് ആ പുരുഷന്റെ രക്തമായി അത് ശുക്ലമായി അതൊരമ്മയിലേക്ക് ആദാനം ചെയ്യപ്പെട്ട് ആ അമ്മയിൽ നിന്നൊരു കുഞ്ഞായി വളർന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ ഒരു പുല്ലിന്റെ ജീവനാണ്. ഒരുപക്ഷെ അതൊരു വിവേകാനന്ദനായിരിക്കാം. അതിനെ പറിച്ചു കളയാൻ എനിക്കും നിങ്ങൾക്കും അധികാരം തന്നിട്ടില്ല. ഒരു ദർശനത്തെയും നിന്ദിക്കാൻ, ഒന്നിനെയും നിന്ദിക്കാൻ നമുക്ക് അധികാരമില്ല. മന്ദബുദ്ധികൾ എന്ന് നമ്മൾ പലരെയും വിളിക്കും. എന്താ അധികാരം? ന്യൂറോളജി പഠിച്ചാൽ മനസ്സിലാവും, നമ്മളല്ല ബുദ്ധിമാന്മാര്. കോർസക്കോഫ് വെർണിക്കി ഡിസീസ്, വില്യം സിൻഡ്രം എന്ന് പറഞ്ഞിട്ട് 2 സിൻഡ്രംസ് ഉണ്ട്. ഈ 2 സാധനങ്ങൾ പഠിച്ചു നോക്കുക പോയിട്ട്. ഈ പറയുന്ന സിൻഡ്രംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് കുട്ടികളെ തോന്നുക, മന്ദബുദ്ധി തരം പോലെ. പക്ഷെ അവരുടെ ഒരു വെർണിക്കയിൽ അപാരമായ റിസെപ്റ്റീവ് പവർ ഉണ്ടാവുക. 4000-3000 പാട്ടുകളൊക്കെ ഒരൊറ്റ സ്ട്രാപ്പിൽ ഓർത്തിരിക്കാനായിട്ട് അവർക്ക് പറ്റും. ആരെയാ നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് പറയുക?
ലോകത്തൊരു മനുഷ്യനെയും നിന്ദിക്കാനും പരിഹസിക്കാനും ഈശ്വരൻ അധികാരം തന്നിട്ടില്ല. കാരണം അത്രയേറെ അനുഗ്രഹീതരാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാൻ നമ്മുടെ മുമ്പിൽ കൽവിളക്കായിട്ട് കത്ത് നിൽക്കുന്നത് കാണാൻ പറ്റണില്ല നമുക്ക്. എങ്ങനെ തോന്നും നമുക്ക് ഈ കാരുണ്യമില്ലായ്മ കാണിക്കാനായിട്ട്? കാരണം അത്രയേറെ അനുഗ്രഹീതരല്ലേ നമ്മൾ. പുറത്തേക്കൊന്ന് പോയി നോക്കുക, വടക്കേന്ത്യയിലേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. ദാരിദ്ര്യം പിടിച്ച കുഗ്രാമങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഉള്ള ബാല്യങ്ങള്, ആരോരുമില്ലാത്ത അലയുന്ന പാട്ടുസംഘത്തിലെ ബാബുൾ ഗായകന്മാരുടെ അഖാരകളിലൊക്കെ ചെന്നാൽ കാണാം ശവങ്ങൾ എടുത്തു വെച്ച് ആ ശവങ്ങൾ ഉരുക്കി തീർത്ത് അതിൻ്റെ അസ്ഥികൂടങ്ങൾ പൊട്ടാതെ വലിച്ചെടുത്ത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരം തേടുന്ന ദാരിദ്ര്യം പിടിച്ച ജീവിതങ്ങള്. ശരീരത്തിന് വലിയ വിഷമൊന്നും വന്നിട്ടില്ല, ജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. ആരനുഗ്രഹിച്ചു നമ്മുടെ ജീവിതത്തില്? അഡിനിനും സൈറ്റോസിനും ഗുവാനിനും ഒക്കെ സ്പൈറൽ ലാഡറിങ് ചെയ്യുന്ന സമയത്ത് ഒരു അമ്മയിൽ നിന്ന് ഒരു മാത്ര വ്യത്യാസപ്പെട്ടാൽ മതി, ഹണ്ടിങ്ടൺ ഡിസീസിനെ കുറിച്ച് പോയി പഠിച്ചു നോക്കുക. പേടിച്ച് വിറയ്ക്കും നമ്മള്. കാരണം ശരീരം ഈ പറയുന്ന അപാരതയുടെ ഭൂമികയാണ്. അത്രയധികം അനുഗ്രഹീതരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഗുരുനാഥന്റെയും ഈശ്വരന്റെയും മഹാ അനുഗ്രഹങ്ങളിലൂടെയാണ് കൂട്ടരെ നമ്മുടെ ജീവിതം കടന്നു പോവേണ്ടത്. രുക്മിണീ ദേവിയാകുന്ന മനസ്സിനെ അല്ലെങ്കിൽ ആ ബോധത്തെ, നമ്മൾക്ക് തന്നിരിക്കുന്ന മഹാ അനുഭൂതികളെ നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടത്? രുക്മിണി പ്രഖ്യാപിച്ചതുപോലെ ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ ആവശ്യമില്ല. എന്തിനാ ഈ ശരീരം? അംബരീഷൻ പറഞ്ഞതുപോലെ, അംബരീഷന്റെ ഭാവം എന്താ? സവൈമന കൃഷ്ണപദാരവിന്ദയോ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരോ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോധയേ. സവൈമന കൃഷ്ണപദാരവിന്ദയോ, മനസ്സ് ഭഗവാന്റെ പാദങ്ങളില്. ഇനിയോ ശ്രുതി കേൾക്കണത്, കരങ്ങള് മാർജനം ചെയ്യാൻ. ആരെ മാർജനം ചെയ്യാൻ? ഹരിക്ഷേത്രങ്ങള് മാർജനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രത്തോളം നമ്മുടെ ശരീരം ഉപയോഗിക്കണം? നമ്മൾ അതിനാണ് ഉപയോഗിക്കുക. തഥാഗതനായിരുന്ന ശ്രീബുദ്ധന്റെ ഏറ്റവും വിഹാര രംഗമായിരുന്ന മാംഗോ ഗ്രൂവ്സില്, രാധിത വനത്തില് ബുദ്ധൻ ഇരിക്കുന്ന സമയത്ത് അതിലെ ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ആമ്രപാലി കടന്നുപോയി. ബുദ്ധന്റെയും ആമ്രപാലിയുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ആമ്രപാലി തിരിച്ചറിഞ്ഞു, ലോകത്തൊരു പുരുഷനെയും തന്നെ ഇങ്ങനെ നോക്കിയിട്ടില്ല. കാരണം ഒരു കുഞ്ഞിനെ ഒരു അമ്മ നോക്കണത് മാതിരി, ഒരു കുഞ്ഞു പൂവിനെ ഒരു കുളിർക്കാറ്റ് തഴുകി തലോടുന്നത് പോലെ ഒരു നോട്ടം ആമ്രപാലി തിരിച്ചു വന്നു. അപ്പോഴാണ് ബുദ്ധൻ ആമ്രപാലിയോട് പറഞ്ഞത്, നിന്റെ ഈ ശരീരം അത് കൊഴിഞ്ഞു പോകുന്നതാണ് ആമ്രപാലി. ഇത് ഭഗവാങ്കലേക്ക് സമർപ്പിക്കാനായിട്ട് നീ പരിശ്രമിക്കാനാ പറയുന്നത്. അതാണ് കുമാരനാശാൻ അവസാന വീണപൂവിൽ പാടിയത്. എന്താ? കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞുമാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകുമിപ്പോൾ എണ്ണീടുകിൽ ആർക്കും ഇതു താൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴ്വു കിനാവു കഷ്ടം. ആ ശരീരത്തെ രുക്മിണീ ദേവി എന്താ ചെയ്തത്? ഭഗവാൻ ഇല്ലെങ്കിൽ താനില്ല എന്ന് തീരുമാനിച്ചു. ആ വൃദ്ധനും വിശ്വസ്തനുമായ ഗുരുനാഥ പാദാരവിന്ദങ്ങള് തനിക്ക് ആശ്രയമായിട്ട് താൻ അങ്ങോട്ട് സമർപ്പിച്ചു പൂർണ്ണമായിട്ട്. ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്ന ദർശനങ്ങളെ അതിജീവിക്കാനായിട്ട് രുക്മിണീ ദേവിക്ക് സാധിച്ചത് ആ ത്യാഗ മനോഭാവത്തിലൂടെയാണ്. ത്യാഗേനൈകി അമൃതത്വമാനശോ തേന തെക്തേന പുഞ്ചിത എന്നൊക്കെ ശ്രുതി പറഞ്ഞതുപോലെ പിന്നീട് നമ്മൾ കാണണത് എന്താ? ഭഗവാൻ ഇങ്ങടേക്ക് വരികയാണ്. അതാണ് ഭഗവാൻ കൃഷ്ണൻ. കാരണം കൃഷ്ണന്റെ പ്രേമം എത്ര അപാരമാണ് നമ്മളോട്. സ്വന്തം ജീവിതത്തില് ഭഗവാൻ കാണിച്ചു തന്നതുപോലെ ഇത്ര മനോഹരമായിട്ട് ഇനി ആരാ കാണിച്ചു തരേണ്ടത്? കാരണം ആ ഉണ്ണി എവിടേക്ക് ഇരിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഭഗവാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ല ജീവിതത്തില്. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റി എന്താ? കേൾക്കാൻ വയ്യ. ഒരു കുട്ടിക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റി എന്താ? കുസൃതിയാണ്. ഭഗവാൻ കാണിച്ച മാതിരി കുസൃതി ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ലോകത്ത്? പഠിക്കാൻ പോയ സമയത്ത് എക്സലന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു. ഗോപികമാരുടെ കൂടെ നൃത്തം ചെയ്യണോ? റെഡിയാണ്. പാട്ട് പാടണോ? റെഡിയാണ്. ഓടക്കുഴൽ വായിക്കണോ? റെഡിയാണ്. യാതൊരു വിഷമവും. അപ്പോൾ അവനവന്റെ ജീവിതത്തിൽ വേണ്ടതൊക്കെ വേണ്ട സമയത്ത് ചെയ്യുക. രുക്മിണീ ദേവിയെ തൻ്റെതാക്കി മാറ്റാൻ ഭഗവാന് മടിയുണ്ടായില്ല വെച്ചാല് യോഗശാസ്ത്ര ദൃഷ്ടിയില് ആ ആത്മജ്യോതിസിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ. അത് വന്നു ചേർന്നോളും നമ്മുടെ ഹൃദയം. തയോരൈക്യം പ്രാപിക്കപ്പെട്ടോളും.
ഒരിക്കലും നമ്മൾ ശങ്കിക്കേണ്ട കാര്യമില്ല. ഇനിയോ പോണ വഴിയിലിതാ രുക്മി തുടങ്ങിയിരിക്കുന്ന ആളുകൾ ആക്രമിച്ചു എന്നാണ്. ഇന്ദ്രിയ വിഷയങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മനസ്സിനെ അവ ആക്രമിക്കും. അതിനെ ഇല്ലാണ്ടാക്കാൻ എന്താ വഴി? ഭോജഘട്ടത്തിലേക്ക് അതിനെ പറഞ്ഞു വിടുക. അതിൻ്റെ വാസനകൾ മുടിപ്പിക്കാനായിട്ട് എന്താ വേണ്ടത്? ബലരാമസ്വാമിയുടെ സാന്നിധ്യം വേണം. പോണ വഴിക്ക് രുക്മിണി ദേവിക്ക് ഉണ്ടായിരുന്ന വിഷമങ്ങളെ, ആത്മാവിൻ്റെ അസ്തിത്വം എത്രത്തോളം ഗംഭീരമാണെന്ന് ബോധിപ്പിച്ചുകൊണ്ടത് ബലരാമസ്വാമിയുടെ പ്രൗഢമായിരിക്കുന്ന ഉപദേശം. കാരണം ഈ കാണുന്ന പ്രപഞ്ചം അതൊക്കെ ഈശ്വരകൃതമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആത്മസ്വരൂപം എന്ന് പറയുന്നത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ സത്യം. രുക്മിണി ദേവിയുടെ ഹൃദയം പ്രകാശിതമായി. ഇവിടെ ഒരു വിവാഹഘോഷം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എടുത്താലും നമ്മുടെ ജീവിതം ശോഭനമാവണം. കാരണം എന്താ? ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതങ്ങൾ വൈകല്യപൂർണമാകുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോണത്. വലിയ ബുദ്ധിയൊന്നും അതിന് വേണ്ട. പണ്ട് ഭാരതത്തിലൊരു സംസ്കാരം ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുമ്പോൾ ഒരമ്മയുടെ ഉദരത്തില്, അഥവാ ഒരു അമ്മ ഗർഭവതിയാണെന്നറിയുന്ന ആ മൊമെന്റ് തൊട്ട് ആ കുഞ്ഞ് ജനിച്ച് ആ അമ്മയിൽ നിന്ന് മുലകുടി മാറുന്നത് വരെ ഭാര്യാഭർത്താക്കന്മാര് ബ്രഹ്മചാരികളായിട്ട് കഴിഞ്ഞ നാടാണ് ഭാരതം. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, ധാരാളം അവരെ ബോധിപ്പിക്കുന്നുണ്ട്. പരീക്ഷകളിൽ 100% വിജയം, ജീവിതത്തിൽ സമ്പൂർണമായ പരാജയം. എന്തുകൊണ്ടാണ് ഉണ്ടാവണത്? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർക്കത് നേരിടാൻ അറിയില്ല. എന്താ കാരണം? അവർ ട്രെയിൻഡ് അല്ല. കാരണം ഇവിടെ പറയുന്നുണ്ട് രുക്മിണി ദേവി ഇഷ്ടാപൂർത്തം എന്ന് പറയുന്നൊരു ഒരു വേർഡ് വളരെ ഗംഭീരമായിട്ട് ഭാഗവതം പറയുന്നൊരു വാക്കാണ്. രുക്മിണി ദേവി അവിടെ പറയുകയാണ്, ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്തിട്ട് എനിക്ക് പൂർവജന്മാർജിതമായിരിക്കുന്ന മുഴുവൻ സമ്പത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള ഫലം കൃഷ്ണപ്രാപ്തിയാണ്. ഓർത്തു വെച്ചോളൂ, 52-ാമത്തെ അധ്യായത്തില് 40-ാമത്തെ ശ്ലോകം എന്താ പറയണത്? പൂർത്തേഷ്ടദത്ത നിയമം വ്രതദേവവിപ്ര എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ഇഷ്ടാപൂർത്ത സംസ്കാരങ്ങൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഫലം എന്താ? ഇഷ്ടാപൂർത്തം ചെയ്യാന്ന് പറഞ്ഞാൽ, ഇഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ യാഗങ്ങളാണ്. ഭാരതം യാഗങ്ങളുടെ നാടാണ്. കർമ്മങ്ങൾ, ഇഷ്ടികകളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇഷ്ടിക എന്ന് പറയുന്നത് നമ്മൾ അടുക്കി വെക്കുന്ന ബ്രിക്സ് അല്ല, വളരെ ഗംഭീരമാണ് ഇഷ്ടിക എന്ന് പറയുന്ന സാധനം. നമ്മളുടെ കണ്ണനല്ലൂർ കയത്തിലുള്ള പരലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന സാധനമാണ്. ഇപ്പം അതൊക്കെ കിട്ടാനില്ലാണ്ടായി. അങ്ങനെ നടത്തുന്ന യാഗങ്ങളായിരിക്കുന്ന സോമയാഗം, ഉക്ഥ്യം, ഷോഡശി, അഗ്നിഷ്ടോമം, അത്യഗ്നിഷ്ടോമം, അതിരാത്രം, വാജപേയം തുടങ്ങിയിരിക്കുന്ന യാഗങ്ങൾ. പൂർത്തം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി സംരക്ഷണം, തോട്ടുണ്ടാക്കുക, വേണ്ടതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുക, അമ്മയെ സംരക്ഷിക്കുക. ഇതൊക്കെ നമ്മൾ വിട്ടുപോയിരിക്കണു. ഒരു ജന്മത്തിൻ്റെ, ഒരു തപസ്സിൻ്റെ മഹോന്നതമായ ഫലമാണ് കൃഷ്ണപ്രാപ്തി എന്ന് പറഞ്ഞാൽ. ആ ഒറ്റ വാചകത്തിലൂടെ നമ്മൾ ബോധിക്കണം, നമ്മൾ ബാധ്യതയുള്ളവരാണ്. ലോകത്തിന് നന്മ ചെയ്യാനായിട്ട് നമുക്ക് ബാധ്യത ഉണ്ട്. നദികളെ സംരക്ഷിക്കാൻ ഭാരതപ്പുഴയുടെ തീരങ്ങളൊക്കെ നമ്മൾ വല്ലാണ്ട് കുത്തിക്കീറിയിരിക്കണു. പുഴ മാനഭംഗത്തിന് ഇരയാക്കപ്പെട്ടിരിക്കണു. ഇഷ്ടാപൂർത്തത്തിലൂടെ ഭഗവത് പ്രാപ്തിയിലേക്ക് പോയവളാണ് ഞാനെന്ന് പറയുന്ന രുക്മിണി ദേവിയുടെ വാക്കുകളെയെങ്കിലും ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ഭാരതപ്പുഴയുടെ തീരത്തുണ്ടായിരുന്ന സാംസ്കാരിക മഹത്വങ്ങൾ കേരളത്തിൻ്റെ ഗാംഭീര്യതയാണ്. കാരണം ഇവിടെയാണ് മലയാള ഭാഷയുടെ പിതാവ് ജനിച്ചത്. ചെറുശ്ശേരിയുടെ കാവ്യമേഘങ്ങള്, നാലപ്പാടിൻ്റെ ആർഷജ്ഞാന ചക്രവാളങ്ങള്, കുഞ്ചൻ നമ്പ്യാരുടെ താവളങ്ങള്, കൽപ്പാത്തിപ്പുഴയുടെ ഗംഭീരമായിരിക്കുന്ന സ്വരത്തില് മണിയരുടെ മൃദംഗതാളങ്ങള്, വടക്ക് ചന്ദ്രഗിരി പുഴയോടത്ത് ജനിച്ചെങ്കിലും നിളാതീരം ധൂർത്തെടുത്ത പി കുഞ്ഞിരാമൻ നായരുടെ സ്പന്ദനങ്ങള്, മലയാളത്തിലും ലോകത്തിലുമുള്ള സ്പന്ദനമായിരുന്നു ഭാരതപ്പുഴ. കളിയച്ഛനായിട്ടുള്ള വള്ളത്തോളിൻ്റെയും ജഡയും രഥയും ആവേഗങ്ങളായിട്ട് മാറിയ വേദജപത്തിൻ്റെയും ഒക്കെ ചമ്രവട്ടത്തെ മൂർത്തിയുമൊക്കെ ഇപ്പോൾ ഓർമ്മകളായിട്ട് മാറരുത്. ഇഷ്ടാപൂർത്ത സംസ്കാരം, പ്രകൃതിയും അമ്മയും തമ്മിലുള്ള ബന്ധം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം, ഈശ്വരനും പ്രകൃതിയും ഭൂമിയും ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ ബോധം കൂടെ രുക്മിണി സന്ദേശത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആയിരക്കണക്കിന് സന്ദേശങ്ങളാണ് ആ രുക്മിണി ദേവി നമുക്ക് വേണ്ടിയിട്ട് ഈ ഗ്രന്ഥത്തിലൂടെ തരിക. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് വീണ്ടും.
ഇടയിലിടയിലുള്ള തത്വങ്ങളെ ഒന്ന് പ്രകാശിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ വാക്കുകളും എത്ര കാലം ഇരുന്ന് പഠിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക ഭാഗവതത്തില്. അപ്പോ സ്വന്തം വൈവാഹിക ജീവിതത്തില് സന്തോഷിക്കാനെങ്കിലും പഠിക്കുക. വിവാഹത്തിന് സമയമായി വരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ അതില്ല. ചിരിക്കാനൊക്കെ മറന്നു പോയിരിക്കുന്നു നമ്മളെ. ആലോചിച്ച് നോക്കുക, ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതം എത്ര ശുഷ്കമാണ് ഇന്നത്തെ കാലഘട്ടത്തില്. കാരണം സദാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണന്റെ ജീവിതം തുടങ്ങിയത് എങ്ങനെയായിരുന്നു? കാളമേഘം അലറുന്ന രാത്രിയില് ഭഗവാൻ വന്ന വഴിയിലായിരുന്നു നമ്മളെങ്കിൽ അപകർഷതാബോധം കൊണ്ട് നമ്മൾ മരിച്ചു പോയേനെ. കാരണം ജയിലറയ്ക്കുള്ളിലാ കൃഷ്ണൻ ജനിക്കണത്. നമ്മളായിരുന്നെങ്കിലോ ആ ഒരൊറ്റ കോംപ്ലക്സ് മതി നമ്മുടെ ജീവിതം താറുമാറാവാൻ. ജനിച്ച കുലത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തില് അന്യമായി തൻ്റെ ജന്മദേശങ്ങള്. പക്ഷേ ഭഗവാന് പതർച്ച ഉണ്ടായില്ല. വേണ്ടതൊക്കെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്തു തീർത്തു കൃഷ്ണൻ. നമുക്ക് മാതൃകയാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഭഗവാൻ ഇത് ചെയ്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കാഴ്ചയാക്കി മാറ്റാൻ മാത്രമല്ല. അപ്പോൾ ഈ സ്വയംവര ദിവസമായി ഇന്ന് ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ യോഗശാസ്ത്ര ദൃഷ്ടിയിലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് ആ ഗുരുവിലേക്ക് തന്നിലുള്ളതെല്ലാം സമർപ്പിച്ച് കൃഷ്ണപ്രാപ്തി കിട്ടണമെങ്കിൽ ആദ്യം മനസമാധാനം വേണ്ടേ? അതാണല്ലോ ഇല്ലാത്തത്. കാരണം വേണ്ടതുപോലെ തത്വങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് സ്വസ്ഥല്ല. സന്തോഷം എന്ന് പറയുന്നത് അവനവന്റെ മാത്രം സൃഷ്ടിയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു ഏടിനെ കുറിച്ച് സ്പർശിക്കാതെയാണ് ഇത് അവസാനിപ്പിക്കുന്നതെങ്കിൽ ഇതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ ഈ ജീവിതം നമുക്ക് വേണ്ടി കാണിച്ചു തന്ന എന്തിനാ? ഇത് കഴിഞ്ഞിട്ട് വരുന്ന അധ്യായത്തിന് നമ്മൾ കർഹിച്ചിത്ത് അധ്യായം എന്ന് പറയും. ഒരു ഗൃഹസ്ഥൻ എപ്രകാരത്തിലാണ് ശീലിക്കേണ്ടത് തൻ്റെ ജീവിതം ഭഗവാൻ കാണിച്ചു തരികയാണ്. സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ആ സന്തോഷം പരസ്പരമുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമാവണം. പക്ഷേ നമ്മൾ അങ്ങനെയാണോ ജീവിക്കുക? ഭാര്യ ഭർത്താക്കന്മാര് ഒരൊറ്റ അപേക്ഷയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരുമിച്ച് കേൾക്കാനുള്ളത്. ദയവായിട്ട് മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നണില്ല. കാരണം എന്താ വെച്ചാൽ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലും അശാസ്ത്രീയമായ സമ്പ്രദായത്തിലാണ് അഭിനവ അമ്മമാര്. സംശയം ഏതുമില്ല അതിന്. അത്രയും രോഗങ്ങളാണ് കുട്ടികൾക്ക്. 34 ഡിഗ്രിയിൽ ചൂട് കൊണ്ട് പൊള്ളി വരണ്ട് ഉണങ്ങുമ്പോഴും സ്വന്തം കുഞ്ഞിന്റെ അരയിലേക്ക് പ്ലാസ്റ്റിക് വെച്ച് കെട്ടാൻ മാത്രം അധപ്പതിച്ചൊരു വർഗം. ആലോചിച്ച് നോക്ക് നിങ്ങള്. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. കാരണം എത്ര കുട്ടികളാണ് രോഗികളായിട്ട് മാറണത്? വിദ്യാഭ്യാസത്തിന്റെ അപാകതയാണോ അത്? ചിന്തിക്കുക. സ്വന്തം കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൈശാചികമായിട്ട് തള്ളിക്കളയാൻ മാത്രം എന്താ എത്ര വിഷമം? നമ്മൾ ആധ്യാത്മിക സദസ്സുകളൊക്കെ കൂടുമ്പോൾ ഉടനെ നമ്മൾ പറയും നാട്ടിലെ വൃദ്ധസദനങ്ങൾ കൂടുന്നു, അനാഥ മന്ദിരങ്ങൾ കൂടുന്നു. എന്തുകൊണ്ടാ? സ്വന്തം കുഞ്ഞിനെ ജനിക്കുന്ന വേളയിൽ തന്നെ അച്ഛനമ്മമാര് രണ്ടും കൂടെ മലമൂത്രത്തിൽ കിടത്തി ഉറക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ അവസാന കാലത്ത് വൃദ്ധസദനത്തിലെ മലമൂത്രത്തിൽ നിങ്ങളും പോയി കിടക്കേണ്ടി വരും. സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം ചിന്തിച്ചു നോക്കിക്കോളൂ. വേണമെച്ചാൽ എടുത്താൽ മതി. കാരണം ഇത്രയും പൈശാചികതയൊന്നും സ്പിരിച്വൽ ആയവർക്ക് പാടില്ല. ആ കുട്ടികളുടെ ആന്തരിക അവയവങ്ങൾ മുഴുവനും നശിക്കുകയാണ് ഒരു ഭാഗത്ത്. ദമ്പതിമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഇല്ലാണ്ടായി. മണി ഓറിയന്റഡ് ജീവിതങ്ങൾ. അതുകൊണ്ട് എല്ലാം കിട്ടും എന്ന് വിചാരിക്കരുത്. ഭഗവാൻ രുക്മിണിയോട് പറയുന്നുണ്ട്, ഞാൻ വെറും ഒരു ഇടയ ചെറുക്കനല്ലേ രുക്മിണി, നീ എന്ത് കണ്ടിട്ടാണ് എൻ്റെ കൂടെ പോകുന്നത്? പിന്നീട് പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ പാലാഴിയായിരുന്നു കൃഷ്ണന്റെ ജീവിതം. ദമ്പതിമാര് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് വഴക്കിടാതിരിക്കാൻ പറഞ്ഞു കൊടുക്കണം. കാരണം ഈ സദസ്സില് എല്ലാ വർഷവും ഇവിടെ വരുമ്പം പറയുന്ന ഒറ്റ സങ്കടമുള്ളൂ, ഈ സദസ്സിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ കാര്യവുമായിട്ട് എനിക്ക് തോന്നാറുള്ള 2 ഘടകങ്ങളാണ്. ഒന്ന്, ഈ സദസ്സിലുള്ള 90% പേരും എബോവ് 40 ആണ്. നിങ്ങളൊക്കെ ജീവിച്ച് വിജയിച്ച ആളുകളാണ്. ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിനെ നിങ്ങൾ അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ഒരു യുവതലമുറ എവിടെ പോയി? സത്രവേദിയിൽ എത്രത്തോളം യുവതലമുറയിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സന്ദേശങ്ങൾ പോവേണ്ടത് അവരിലേക്കാണ്.
ദാമ്പത്യ ജീവിതത്തിന്റെ ധർമ്മങ്ങളെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തിന്റെ സുതാര്യതയെക്കുറിച്ചും നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പലരും അങ്ങനെയല്ല. പലരും പരസ്പരം കടിച്ച് കീറുന്ന ദേഷ്യവുമായിട്ടാണ് പരസ്പരം നടക്കാറുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടോ? എന്തൊരു നിശബ്ദത അല്ലേ? കാരണം എന്താ വെച്ചാൽ അത് ആ ചോദ്യം അങ്ങോട്ട് വന്ന സമയത്ത് അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി പലരും. ആ ചോദ്യം ഉണ്ടാക്കിയൊരു സൈലൻസ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണതാണ്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ സ്നേഹമൊന്നുമില്ല എന്ന് എനിക്ക് കഴിഞ്ഞിടയ്ക്കാണ് മനസ്സിലായത്. 5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളെങ്കിൽ ഒരു കഥ പറഞ്ഞിട്ട് നിർത്താം. ചിരിച്ചുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുമോ നോക്കാമല്ലോ. കാരണം ദമ്പതിമാരുടെ ദിവസം കൂടിയാണെന്ന്. അപ്പോൾ ഞാനൊരിക്കലും ഒരു ട്രെയിൻ യാത്ര പോവുകയാണ്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ബർത്തിൽ ഇരിക്കുന്ന ഒരാളുണ്ട്. അപ്പം അദ്ദേഹം ഞാൻ ആദ്യം അടുത്ത് ചെന്നിരുന്നിട്ട് അദ്ദേഹത്തോട് ഒന്ന് നോക്കി ചിരിച്ച് പരാജയപ്പെട്ടു. ചിരിക്കാത്ത മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഉണ്ട്. എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു വില്ലേജ് ഓഫീസറുണ്ട്. അദ്ദേഹത്തിന് സിംഹത്തിൻ്റെ മുഖമാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ ഇതുപോലെയാണ്. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വലിയ സ്നേഹമാണ്, നിരീശ്വരവാദിയും കൂടിയാണ്. ഇടയ്ക്കിടയ്ക്ക് പക്ഷെ എന്നെ കാണണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ 20 കൊല്ലം മുമ്പ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയതാ. അവർ നല്ല വിവരമുള്ള സ്ത്രീയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ മൂത്ത മകനും എന്നെ ഉപേക്ഷിച്ച് പോയി. എന്നിട്ട് എന്നെ കൊണ്ട് തലയിലൊക്കെ കൈവച്ചിട്ട് സത്യം ചെയ്യിച്ചു, നീ ആരോടും പറയരുത്, എനിക്കിപ്പോൾ 35 ലക്ഷത്തിൻ്റെ സോളിഡായിട്ടുള്ള സ്വത്തുണ്ട്, അതേപോലെ തന്നെ 2.5 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ വായിന്ന് ഇത് പുറത്തേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് അപ്പം തന്നെ വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്തിനാ ചിരിക്കണത്? ഞാനിപ്പോൾ പറഞ്ഞു എന്ന് അതല്ലേ? അതിന് കാരണമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിലാണ് കൈവച്ചത്. അത് പൊട്ടിത്തെറിച്ച് അത് എനിക്ക് കിട്ടും, സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷമായിട്ട് നടക്കണതേ. അപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ചിരിക്കില്ലേ? ഒരു മനുഷ്യനോട് ചിരിക്കില്ല അദ്ദേഹം. എന്തോ മഹാപാപം പോലെയാണ്. ചില സപ്താഹവേദിയിലൊക്കെ ചിലർ കൃഷ്ണകഥ കേൾക്കാൻ വരുന്നതാണ്. കാരണം കൃഷ്ണൻ വരെ പേടിച്ചു പോകും ചിലപ്പോൾ അവരെ കണ്ടാൽ. അങ്ങനെയുണ്ട് ചിരിക്കാത്ത മനുഷ്യർ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ആയിരിക്കും ഈ ചങ്ങാതി. കുറച്ചങ്ങോട്ട് പോയ സമയത്ത് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു പേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ കുറേ നേരം ആലോചിക്കും, പിന്നെ എങ്ങനെ നോക്കും. അപ്പം ഞാൻ വിചാരിച്ചത് എന്തിപ്പോൾ സംഗതി ഇതാ. അപ്പം ഇയാളോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, നമ്മളെ പരിചയക്കാരനല്ലല്ലോ. അപ്പം ഞാൻ സൈഡിൽ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേഴ്സിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ, എന്താ വിഷമം. കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സ് എടുത്ത് നോക്കണത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അതെൻ്റെ ഭാര്യയുടെ പടമാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തിനാ നോക്കണത്? എൻ്റെ ജീവിതത്തിൽ വലിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മനസ്സങ്ങോട്ട് കലുഷിതമാകുമ്പോൾ ഭാര്യയുടെ പടം നോക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവുമോ ലോകത്ത്? അപ്പം അന്ന് ഞാൻ കല്യാണം കഴിക്കാത്ത കാലമാണ്. എന്നാൽ പിന്നെ ഇതൊന്ന് പരിചയപ്പെട്ടേക്കാം എന്ന് വിചാരിച്ചു. അപ്പം അദ്ദേഹത്തോട് ഞാൻ കുറച്ചും കൂടെ അടുത്തിരുന്ന് ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റണത്? കാരണം എന്താ വെച്ചാൽ ഈ സ്വന്തം നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ പടമൊക്കെയാണല്ലോ നോക്കുക. അപ്പം സ്വന്തം ഭാര്യയുടെ പടം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ആശ്വാസം എങ്ങനെയാണ് മനസ്സിലുണ്ടാവണത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ചങ്ങാതി പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞതിപ്പോൾ ഭാര്യയുടെ പടം നോക്കിയാൽ മനസ്സിന് ആശ്വാസമാവുന്നു. അപ്പോഴാണ് പറഞ്ഞത്, ഭാര്യയുടെ പടം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തേ ഭാര്യയുടെ പടം നോക്കുന്ന സമയത്ത് മനസ്സിനൊരു ആശ്വാസമാവും. ഈശ്വര, ഇതിലും വലുതൊന്നല്ലല്ലോ വരാനുള്ളത്. അപ്പം അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ആവരുത് നമ്മുടെ ജീവിതം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമാണ് അദ്വൈതം. ആ സ്നേഹത്തിൽ നിങ്ങൾ ജീവിച്ചോളൂ. ഭാഗവത കൃഷ്ണന്മാരായിട്ട് നിങ്ങളുടെ മക്കള് ഈ ഭൂമുഖത്തെ ആനന്ദിപ്പിക്കട്ടെ. രുക്മിണി സ്വയംവരത്തിൻ്റെ സന്ദേശം അതാണ്. യോഗശാസ്ത്രത്തിൻ്റെ സന്ദേശം കഴിഞ്ഞിട്ട് പ്രായോഗിക ജീവിതത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് നമുക്ക് പറയാനുള്ളത് അതാണ്. ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചാണ് ജീവിക്കേണ്ടത്. ഇപ്പോൾ ഭാര്യ ഒരു അച്ചാറുണ്ടാക്കി കൊണ്ടുവന്നിങ്ങോട്ട് വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കിയതാണേ. ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നാവിൽ വരച്ചപ്പോൾ എന്താ മുഴുവൻ ഉപ്പുണ്ട്, ഈ പറയുന്ന എരിവ് കൊണ്ട് തലയിൽ കൂടെ പുക പോവുകയാണ്. അപ്പം എന്താ പറയണ്ടേ? കൈത് ഒഴുതുകൊണ്ട് സത്യം പറഞ്ഞാൽ മതി, ഇതുപോലൊരു അച്ചാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ. ആ പ്രശ്നം അവിടെ തീരും. ചില ആളുകളുണ്ട് അങ്ങനെയല്ല, ആ നാവിൽ ഈ അച്ചാറെടുത്ത് വരച്ചിട്ട് ഇതാണോ അച്ചാർ എന്ന് പറഞ്ഞാൽ ആ ഷീബയുടെ അച്ചാർ കഴിക്കണം, തീർന്നു. ഇനി 5 കൊല്ലത്തേക്ക് വഴക്കുണ്ടാക്കാൻ വകുപ്പൊന്നും വേണ്ട. അപ്പം എന്താ വേണ്ടത്? പരസ്പരം സ്നേഹിക്കുക, തുറന്നങ്ങോട്ട് സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ പാലാഴിയായിട്ട് അങ്ങോട്ട് ഒഴുകട്ടെ നമ്മുടെ ജീവിതം. ശ്രീരാമകൃഷ്ണദേവനെ നോക്കൂ, അദ്ദേഹം എത്ര സിമ്പിളായിരുന്നു. അദ്ദേഹം എത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഭഗവാന്റെ ജീവിതം നോക്ക്.
വേദാന്തം പറയുന്ന കൃഷ്ണൻ തന്നെയാണ് ബാലലീലകൾ ആടിയത്. ആ വേദാന്തത്തില് ത്വമേവ ഭാതി പ്രതിഭാതി സർവം എന്ന് പ്രഖ്യാപിച്ച അതേ ഭഗവാൻ തന്നെയാണ് ഗോസവം എന്ന് പറയുന്ന യാഗം നന്ദനെ കൊണ്ട് ചെയ്യിച്ചത്. ഗോസവം എന്ന് പറയുന്ന ഒരു യാഗം ചെയ്യിച്ചു കുട്ടിക്കാലത്ത് നന്ദനെ കൊണ്ട് കൃഷ്ണൻ. ദീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നന്ദൻ പാവം അറിഞ്ഞത്. എന്താ ഈ വ്രതത്തിന്റെ പ്രത്യേകത? ഗോസവം എന്ന് പറഞ്ഞാൽ പശു നടക്കുന്ന പോലെ നടക്കണം, 1 കൊല്ലം പശുവിന്റെ കൂടെ താമസിക്കണം. ആലോചിച്ച് നോക്കുക. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയ കൃഷ്ണൻ നമ്മുടെ ജീവിതത്തിന്റെ ബിംബമാവണം, അല്ലാതെ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടാവരുത് നമ്മുടെ ജീവിതം. ഭഗവാന്റെ വരവ് എപ്പോഴായിരുന്നു? മനോഹരമായിരിക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപം എവിടെയും പ്രസരിക്കുന്നത് എത്ര ഉഷാറായിട്ടാണ്, എത്ര പ്രസരിപ്പോടു കൂടിയാണ്. അപ്പൊ ആ ദ്വാരകയിൽ ചെന്ന് രുക്മിണീ സ്വയംവരത്തിന്റെ കേളികൊട്ട് ഉണർന്നു എന്ന് പറയുമ്പം സഹസ്രാര പത്മത്തില് ജീവത് ബ്രഹ്മ ഐക്യബോധത്തിന്റെ തലമായിട്ട് നമ്മുടെ ജീവിതം മാറണം. ആ ആനന്ദത്തിന്റെ ധ്വനി ഇതാ കേൾക്കാറായി. ആ പീയൂഷധ്വനി നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. അപ്പൊ ആ രുക്മിണീനാഥനായിരിക്കുന്ന കൃഷ്ണന്റെ സ്വരൂപം സ്നേഹമാണ്. എല്ലാവരും സന്തോഷിക്കുക, ആനന്ദിക്കുക, വേണ്ടതുപോലെ സ്വന്തം ജീവിതത്തെ കൃഷ്ണപ്രേമാമൃതത്തിൽ ലയിപ്പിക്കുക. അപ്പൊ ഏതു പ്രകാരത്തിലാണോ ഭഗവാൻ സ്വന്തം ജീവിതത്തിൽ നമുക്ക് മാതൃകാപരമായിട്ട് ഇന്ദ്രിയങ്ങളാകുന്ന രുക്മിണിയുടെ സഹോദരന്മാരെ വേണ്ടതുപോലെ റെക്ടിഫൈ ചെയ്ത് ആ രുക്മിണി സ്വന്തം ഗുരുവായ ബ്രാഹ്മണനിലൂടെ വേണ്ടതുപോലെ കൃഷ്ണപ്രാപ്തിയിലേക്ക് ചെന്നു ചേർന്നത്, അതേപോലെ നമ്മുടെ ജീവിതം സംശുദ്ധമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ